كونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم أرى ما لا ترون إني أخاف الله والله شديد العقاب. إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فإن الله عزيز حكيم. ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب. ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم. صدق الله مولانا العلي العظيم. إذ يريكهم الله في منامك قليلا. താങ്കളെ അള്ളാഹു കാണിച്ചു തന്ന സന്ദർഭം ഫീ മനാമിക അങ്ങയുടെ സ്വപ്നത്തിൽ ഖലീലൻ അവരെ വളരെ കുറവായി താങ്കളെ അള്ളാഹു കാണിച്ചു തന്നു. വലൗ അറാക്കഹും കസീറൻ അങ്ങക്ക് അള്ളാഹു അവരധികമുണ്ടെന്ന് കാണിച്ചു തന്നിരുന്നുവെങ്കിൽ
ലഫശിൽതും, നിങ്ങൾ ഭീരുക്കളായി പോകുമായിരുന്നു. വലതനാസഅതും ഫിൽ അംർ, നിങ്ങൾ യുദ്ധവിഷയത്തിൽ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ തർക്കിക്കുകയും ചെയ്യുമായിരുന്നു. വലാകിന്നല്ലാഹ സല്ലം, എങ്കിലും അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിശ്ചയം അവൻ ഹൃദയങ്ങളുടെ ഉള്ള് അറിയുന്നവനാണ്. ഇദ് യുരീകഹുമുല്ലാഹു ഫീ മനാമിക ഖലീലൻ, കുറച്ചാണ് അല്ലാഹു എന്ത് ചെയ്തത്, ആദ്യം കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞിരുന്നു, അതൊരു യുദ്ധത്തിന്റെയും സാഹചര്യത്തിന്റെയും ഒരു പരിസ്ഥിതിയെ അല്ലാഹു അവിടെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. കാരണം അത് മാനസികമായി അവരെ വല്ലാതെ പേടിപ്പിക്കാതിരിക്കാൻ ആവശ്യമാകുന്ന വിധത്തിലാണ് പടച്ച റബ്ബ് ആദ്യം തന്നെ അങ്ങനെ ഒരു ചെറു സംഘമാണ് യുദ്ധത്തിന് വന്നിട്ടുള്ളത് എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നത് റസൂലുള്ളാഹിക്കാണെങ്കിലും അതിന്റെ അർത്ഥം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ല, മറിച്ച് അങ്ങനെ ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തലായിരുന്നു ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ അവരുടെ മനസ്സകങ്ങളിലെങ്ങാനും ഭീതി വന്നാൽ അത് യുദ്ധത്തെ ബാധിക്കുമെന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് മറ്റു പല ആയത്തുകളും അല്ലാഹു പറഞ്ഞു ഇവർ എന്ത് ചെയ്തു, തൂങ്ങി ഉറങ്ങിയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ച പോലെ അവർ തൂങ്ങി ഉറങ്ങിയിരുന്നു. അതായത് യുദ്ധമുഖത്ത് നിന്ന് ഉറങ്ങുക എന്നൊക്കെ പറയുന്നത് ഭീതി തീരെ ഇല്ലാത്തൊരു സമൂഹത്തിന്റെ അവസ്ഥയാണ്. അപ്പൊ ആ രീതിയിൽ വരെ അവരെ മാനസികമായി അല്ലാഹു ചെയ്തു, മാനസികമായി അവരെ ക്രമപ്പെടുത്തി. അങ്ങനെ ക്രമപ്പെടുത്തുന്നിടത്ത് അല്ലാഹു പറഞ്ഞു, അങ്ങനെ അല്ലെങ്കിൽ ലഫശിൽതും, നിങ്ങൾക്ക് ഭീരുത്വം വന്നുപോകും. അതേത് സമൂഹത്തിനും സംഭവിച്ചു പോകാവുന്നതാണ്. അല്ലാഹു ഈ ഖന്തഖ് യുദ്ധത്തിന് വരുന്ന സൈന്യത്തെ കണ്ടപ്പോ നിങ്ങളുടെ ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് കയറിപ്പോയിരുന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുകളിൽ നിന്നും താഴെ നിന്നും ശത്രുക്കൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി വന്ന ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് എത്തിപ്പോയി എന്ന് പറഞ്ഞാൽ ഭീതി കൊണ്ട് അത്രയേറെ ഭീകരമായിപ്പോയി. പക്ഷെ എന്നാലും അവർ വിശ്വാസികൾ ഉറച്ചു നിന്നു. സദഖല്ലാഹു വറസൂലുഹു എന്ന് അവർ ഉറക്കെ പറഞ്ഞു. അല്ലാഹും അവന്റെ റസൂലും പറഞ്ഞതാണ്. അവരുടെ വാഗ്ദാനങ്ങളും അവരുടെ വാക്കുകളും അത് സത്യമായി പുലരുക തന്നെ ചെയ്തു. പക്ഷെ അവർക്ക് വസാദത്തും ഈമാനും, അവർക്ക് ഈമാൻ കൂടി. അവർക്ക് ഈ ഭീഷണികൾ കൂടുമ്പോഴും അവർക്ക് ഈമാൻ കൂടി. യുദ്ധത്തിന്റെ നിൽക്കുമ്പോഴുണ്ടാകും ഏത് സാഹചര്യവും അത് കൃത്യവും സ്ഥിരവുമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുന്നത്. അള്ളാഹുവിന്റെ സഹായം തന്നെയാകുന്നു ബദറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ വിജയവിധാനം എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് സൂറത്തു ആല ഇമ്രാനിൽ അള്ളാഹു ആദ്യം തുടങ്ങുന്നത് വലഖദ് നസ്റക്കുമുല്ലാഹു ബി ബദ്രിൻ. അള്ളാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചു. എങ്ങനെയായിരുന്നു നിങ്ങൾ? വഅൻതും അദില്ലത്തും, നിങ്ങൾ ആരായിരുന്നു? നിസ്സാരന്മാരായിരുന്നു. ഒന്നും ചെയ്യാനാവാത്ത വിധം യുദ്ധത്തിന് ആവശ്യമാകുന്ന കയ്യിലെ വാളുപോലും ഇല്ലാതെ പോയ ഒരു ജനതയുടെ മുമ്പിലാണ് അള്ളാഹു ലോക ചരിത്രത്തിൽ തന്നെ യുദ്ധങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ചരിത്രം അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നില്ല. ഫശിൽതും, നിങ്ങൾ അല്ലെങ്കിൽ ഭീരുക്കളായി പോകുമായിരുന്നു. വലതനാസഅതും ഫിൽ അംർ, മാത്രവുമല്ല നിങ്ങൾ തർക്കിക്കുകയും ചെയ്യുമായിരുന്നു. വലതനാസഅതും ഫിൽ അംർ, നിങ്ങൾ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുമായിരുന്നു. ചെറിയ 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 അഭിപ്രായ വ്യത്യാസങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ചിലരെങ്കിലും പറഞ്ഞിരുന്നു, ഈ ഇത്രമേൽ വലിയൊരു യുദ്ധം ചെയ്യാൻ ആവശ്യമാകുന്ന സന്നദ്ധതയോ സാഹചര്യമോ മാനസികമായ ഊർജമോ ഇല്ലാതെ, യുദ്ധത്തിന് ആവശ്യമാകുന്ന വിധത്തിലുള്ള ആയുധങ്ങളില്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് സ്വഹാബാക്കളിൽ ചിലരെങ്കിലും ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞ തനാസഅതും ഫിൽ അംർ. അത് കഠിനമായി വരുന്തോറും അങ്ങനെയുള്ള ഒരു ചെറിയ അഭിപ്രായം പതുക്കെ പതുക്കെ വർദ്ധിച്ചു വരുന്നത് എപ്പോഴാണ്? അതിന് സാഹചര്യം കിട്ടുമ്പോഴാണ്. ഏതിനും അതിന്റെ ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോ ഭിന്നാഭിപ്രായം രൂക്ഷമാകാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താവും? ഭിന്നാഭിപ്രായം താനെ പോകും. ഏത് സമൂഹത്തിലുള്ള ഒരു സംഭവമാണ്. ഒരു ഭിന്നമായ ഒരു ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഗ്രൂപ്പിന് വളരാൻ സാഹചര്യം ഒരുങ്ങുന്നത് എപ്പോഴാണ്? നേതൃത്വം ശക്തിപ്പെടാതെ നിൽക്കുമ്പോഴാണ്. നേതൃത്വത്തിനും നേതൃത്വം പറയുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാതെ പോകുമ്പോഴാണ് ഭിന്ന ഗ്രൂപ്പിന് വളരാൻ കഴിയുന്നത്. ഇവിടെ മുനാഫിഖീങ്ങളിൽ ചിലർ പതുക്കെ പതുക്കെ ആ ഗ്രൂപ്പിസം പതുക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ അവരുടെ അത്തരം ചിന്തകളെ, അതുപോലെ ദുർബല മനസ്സുകളായ ചില മുഅ്മിനീങ്ങളുടെയും ഇടയിൽ ഉണ്ടായിരുന്ന സാഹചര്യം കൊണ്ട് അള്ളാഹു മാറ്റിയെടുക്കാൻ, അതായത് ഇവരുടെ കണ്ണിൽ
ശത്രുക്കളെ കുറച്ചു കാണിച്ചു കൊടുത്തു. അവരുടെ കണ്ണിലും ആദ്യം സ്വഹാബാക്കളെ കുറച്ച് കാണിച്ചു കൊടുത്തു, എന്നാലാണ് ഇങ്ങോട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അവരും പോകും. കാരണം അവരാകെ പേടിച്ചാണ് വരുന്നത്. കാരണം കുറെ പ്രസ്താവനകൾ നേരത്തെ തന്നെ റസൂലുള്ളാഹി നടത്തിയിട്ടുണ്ട് അല്ലെ. ഇന്നടത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്വഹാബാക്കളെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടി റസൂൽ ബദറിൽ തന്നെ ഓരോരുത്തരെയും അടയാളപ്പെടുത്തി. ഇവിടെ അബൂജഹൽ, ഇവിടെ ഉത്ബത്ത്, ഇവിടെ ഷൈബത്ത്, ഇവിടെ ഇന്നയാള്, ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അതാ മസ്റ അബീ ജഹൽ, ഇത് അബൂജഹലിന്റെ മസ്റാണ്, അയാൾ ഇവിടെ വധിക്കപ്പെടും, ഇവിടെ കൊല ചെയ്യപ്പെടും, ഇവിടെ ഷൈബത്ത് കൊല ചെയ്യപ്പെടും, ഇവിടെ ഉത്ബത്ത് കൊല ചെയ്യപ്പെടും, അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൊ ആ മാനസികമായി നബി തിരുമേനി ഇങ്ങനെ ഇവരെ നേരത്തെ മുതൽ ഒരുക്കി വരുമ്പോ മറുഭാഗത്ത് പേടി വല്ലാതെ ഉണ്ട്. എന്താകും എന്ന ഭീതി അവർക്കിടയിലുണ്ട്. അവർ പോരുമ്പോഴും പെണ്ണുങ്ങളും കുട്ടികളും ഉൾപ്പെടെ കരഞ്ഞിട്ടാണ് അവിടുന്ന് പോരുന്നത് തന്നെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇത് നടക്കാതെ പോകരുത് എന്ന് അള്ളാഹുവിന് തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു വീണ്ടും വീണ്ടും പറയുന്നത് കാന മഫൂലൻ അംറൻ കാന മഫൂലൻ അംറൻ കാന മഫൂലൻ. നടക്കപ്പെടേണ്ടത് എന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യം അത് നടക്കണം. അള്ളാഹുവിന് അതിൽ നിർബന്ധമുണ്ട്. എന്തേ കാര്യം? ഇത് നടക്കുന്നതോടുകൂടി രണ്ടും വേർതിരിയും, സത്യവും അസത്യവും വേർതിരിയും. സത്യാസത്യങ്ങളുടെ വിവേചനമാണ് ശരിക്കു പറഞ്ഞാൽ ഈ യുദ്ധം, ഫുർഖാനാണ്. ഈ യുദ്ധം നടക്കുന്നതോടുകൂടെ സത്യത്തെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യപ്പെടൽ വരികയും ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിതിരിയുകയും ചെയ്യുകയാണ്. ഈ യുദ്ധാനന്തരം പിന്നെ ഇസ്ലാമിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മുസ്ലിം ലോകം അല്ലെങ്കിൽ അഷ്റഫുൽ ഖൽഖിന്റെ കീഴിൽ ലോകത്തെ തന്നെ കീഴടക്കുന്ന വിധത്തിലേക്ക് ഇസ്ലാം എന്ത് ചെയ്തു? കടന്നു വന്നു അല്ലെ. റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ റോമിയും പേർഷ്യയും ഒക്കെ നബി അംഗീകരിച്ചു തുടങ്ങി. റോമ പേർഷ്യ സാമ്രാജ്യങ്ങൾ ഒരു സമൂഹത്തെ അംഗീകരിക്കാന്ന് വെച്ചാൽ ഇവർ ബദോവിൻസ് ആണ് ശരിക്കും അല്ലെ, ബദുക്കളാണ്. ആ ബദുക്കൾക്ക് ഒരു ലീഡറായാണ് മുഹമ്മദ് നബി വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണല്ലോ പുറം ലോകം അവരെ കാണാം. ആ സമൂഹത്തെ പിന്നെ അംഗീകരിക്കുന്നു. നബി അവർക്ക് കത്തയക്കുന്നു. നബിക്ക് കത്തയക്കാതെ കീറിക്കളഞ്ഞത് പിന്നെ പേർഷ്യൻ ചക്രവർത്തിയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കീറിയ പോലെ തന്നെ അവന്റെ സാമ്രാജ്യം എന്ത് ചെയ്യപ്പെടും? വലിച്ചു കീറപ്പെടും. അതൊക്കെ ഉണ്ടായി ചരിത്രത്തിൽ. റോമാ സാമ്രാജ്യവും പിന്നീട് നശിച്ചുപോയി. റോമയെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ നേരത്തെ തന്നെ കൂടുതൽ പറഞ്ഞത്. അതാണ് പിന്നെ സുറാഖത്ത് ബിൻ മാലിക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ കൂടിയപ്പോ, നബി ഹിജ്റ പോകുമ്പോൾ നബിയുടെ പിന്നാലെ സുറാഖയുണ്ട്. സുറാഖ നബി തിരുമേനിയുടെ പിന്നാലെ വരുന്ന സമയത്തൊക്കെ അള്ളാഹുവിന്റെ റസൂൽ അടുത്തടുത്ത് വരുമ്പോഴൊക്കെ ഇവന്റെ പിന്നെ ഒട്ടകത്തിന്റെ കാല് പൂണ്ടുപോകും. അവസാനം അവൻ കരയും, പിന്നെ അത് രക്ഷപ്പെടും. പിന്നെയും അവസാനം റസൂൽ ഇറങ്ങിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, സുറാഖ, റോമാ ചക്രവർത്തിയുടെ സ്വർണവളകൾ നിന്റെ കയ്യിലാകുന്ന കാലം വന്നാൽ നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കില്ല. സുറാഖ തിരിച്ചു പോകാൻ തീരുമാനിച്ചപ്പോഴാണ്. റോമാ ചക്രവർത്തിയുടെ കൈവളകൾ നിന്റെ കയ്യിലായാൽ, ഒബാമയുടെ പിന്നെ കസേര നിന്റെ കയ്യിലായാൽ ഇപ്പൊ നമ്മളോട് പറഞ്ഞാൽ എന്തുണ്ടാവാ? മിക്കവാറും ഇവിടെ ഈ വെസ്റ്റ് ഫോർട്ടിലൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോകും അല്ലേ? അത് ആ ചോദ്യം പോലെ അത്രേ. അതായത് ആ കാലഘട്ടത്തിലെ ഏറ്റവും സുശക്തമായി നിൽക്കുന്ന ഒരു സാമ്രാജ്യം, ഒന്നുമല്ലാതെ സ്വന്തം ജനത പോലും ആട്ടി ഓടിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെയല്ല കണ്ട്, ഒന്നുമല്ലാതെ സ്വന്തം ജനത പോലും ആട്ടി ഓടിക്കുമ്പോൾ നിവൃത്തിയില്ലാതെ ഓടുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയാണ്, സുറാഖ, റോമയുടെ ചക്രവർത്തിയുടെ കൈവളകൾ നിന്റെ കയ്യിലാകുന്ന കാലം വന്നാൽ. പക്ഷേ സുറാഖയും വിശ്വസിച്ചു. അതാണ് സത്യം. മുഹമ്മദ് നബി പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി പറയാൻ സുറാഖക്ക് സാധിച്ചിരുന്നില്ല. അവസാനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ആ വളകൾ, റോമയുടെ വളകൾ, റോമാ ചക്രവർത്തിയുടെ വളകൾ മദീനയിൽ വന്നു. അതൊരു മനോഹരമായ മുഹൂർത്തമായിരിക്കുമല്ലോ ചരിത്രത്തിലെ. റോമൻ ചക്രവർത്തിയുടെ സ്വർണവളകൾ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലെത്തി. ഇബ്നു ഹജർ തന്റെ തുഹഫയിൽ പറയുന്നു, ഒറ്റ വളകളെ ഇടാനേ ആണുങ്ങൾക്കാകെ അവകാശമുണ്ടായ ഒരൊറ്റ വള, സ്വർണവള, അത് സുറാഖയുടെ കൈകളിലിട്ട വളയാണ്. അത് മറ്റൊന്നിനല്ല, അത് അഷ്റഫുൽ ഖൽഖിന്റെ പ്രവചനത്തിന്റെ അതിന്റെ സാധുതയാണ്. അവസാനം സുറാഖ തന്നെ ചെന്നു. സുറാഖ മുസ്ലിമാണ്, സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു.
അദ്ദേഹം ചെന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, പണ്ട് ഞാൻ അള്ളാന്റെ റസൂലിന്റെ പിന്നാലെ അബൂജഹലിന്റെ ഇനാം വാങ്ങാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ പിടിക്കാൻ വേണ്ടി പോയ സമയത്ത് അഷ്റഫുൽ ഖൽഖാണ് ഞങ്ങളോട് പറഞ്ഞത്. അന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുറാഖ, റോമയുടെ വളകൾ നിന്റെ കയ്യിലാകുന്ന കാലം വരും എന്ന്. അതുകൊണ്ട് അതെനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോ ആ വളകൾ സുറാഖയുടെ കൈകളിൽ മഹാനായ ഫാറൂഖ് റളിയല്ലാഹുവിന് വിട്ടുകൊടുക്കുന്നുണ്ട്. എന്തൊരു മനോഹരമായ മുഹൂർത്തമായിരിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇന്നലകളുടെ ചിന്തകളും ഇന്നിന്റെ വിജയവും എല്ലാം ആലോചിച്ച് നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് സുറാഖക്ക് റോമയുടെ, അതായത് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ എന്ന് പറയുന്നത് പോലെ റോമയുടെ വളകൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇട്ടുകൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അത്രയേറെ നബി പറഞ്ഞതൊക്കെ ശരിയാകും എന്നിവർക്കുണ്ടായിരുന്നു, അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി പറഞ്ഞ പ്രവചനങ്ങളെ പേടിച്ചിരുന്നു ഖുറൈശികൾ. അപ്പൊ ഇവർ രണ്ടുപേരെയും അടുപ്പിക്കൽ അള്ളാഹുവിന്റെ ലക്ഷ്യമായിരുന്നു. വയുഖല്ലിലക്കും ഫീ അയുനിഹിം, നിങ്ങളെ അവർക്കും അവരുടെ കണ്ണുകളിലും കുറച്ചു കൊടുത്തു, നിങ്ങളെ അവരുടെ കണ്ണുകളിലും കുറച്ചു കൊടുത്തു. ലിയഖ്ലിയല്ലാഹു അംറൻ കാന മഫ്ഊല, എന്തിനാത്? ലിയഖ്ലിയല്ലാഹു, അള്ളാഹ്ക്ക് നടക്കേണ്ട ഒരു കാര്യം നടക്കാൻ വിധി ഉണ്ടാകാൻ വേണ്ടിയാണ്. ലിയഖ്ലിയല്ലാഹു, അള്ളാഹ് വിധിക്കാൻ വേണ്ടിയാണ്. എന്താണ് അംറൻ? ഒരു കാര്യത്തെ കാന മഫ്ഊലൻ, അത് പ്രവർത്തിക്കപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കുമെന്ന് എഴുതപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ വിധിക്കപ്പെട്ട ഒരു സംഭവത്തെ നടക്കാൻ വേണ്ടി പടച്ച തമ്പുരാന്റെ പണി എന്താണ്? രണ്ടു ഭാഗത്തെയും പരിസ്ഥിതിയെയും മാനസികാവസ്ഥയും ഒരുപോലെ അള്ളാഹു ഒരുക്കി കൊടുക്കുന്നു. മനസ്സിലായോ? വഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു. എല്ലാ കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുലേക്കാണെന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ കാര്യങ്ങളൊക്കെ പടച്ച റബ്ബാണ് നിയന്ത്രിച്ചത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശുദ്ധ പ്രബോധനത്തിൽ ബദർ എന്ന് പറയുന്ന നിർണായകമായ മുഹൂർത്തത്തിൽ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ കൈയുണ്ടായിരുന്നു. മലക്കുകളെ അയക്കുന്നു, പരിസ്ഥിതികളെ മാറ്റുന്നു, മഴ പെയ്യിപ്പിക്കുന്നു, ആ പരിസ്ഥിതിയെ തന്നെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു, ഒരു തണുത്ത അവസ്ഥയിലേക്ക് ആ ഭാഗത്തെ മാറ്റുന്നു. വല്ലാതെ ചൂടായാൽ എന്തായിരിക്കും അവസ്ഥ? മനുഷ്യന്റെ മാനസികാവസ്ഥ തന്നെ മാറും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെടുന്ന പോലെ അല്ലെ? അതായത് വല്ലാതെ ചൂടെടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഇങ്ങനെ ഈ വലിയൊരു മാനസിക പ്രയാസമുള്ള ഒരു വിഷയം ഏറ്റെടുക്കാൻ പോണു, അതിന്റെ ഒപ്പം തന്നെ ഭയങ്കര ചൂടും വരിക, അത് രണ്ടും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് തണുത്ത മഴ പെയ്യിപ്പിച്ചു. അങ്ങനെ ഒരു ശാന്തമായി കിടന്നുറങ്ങി, മനസ്സൊക്കെ പാകായി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധത്തിന്റെ മുമ്പിലേക്ക് അവർ പോകുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫത്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങളൊരു സൈനിക സംഘത്തെ കണ്ടാൽ. ഫിഅത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ അർത്ഥമുള്ളൂ. പക്ഷെ ഇവിടെ ഇതിന്റെ ഒരു സാങ്കേതികമായി ഇതിന് നൽകാവുന്ന അർത്ഥം ഫിഅത്ത് തന്നെയാണ്, സൈനിക വ്യൂഹമാണ്, ഒരു മിലിറ്ററി ഫോഴ്സ്. അതിനെ കണ്ടാൽ എന്ത് ചെയ്യണം? ഫത്ബുതു, നിങ്ങൾ അവിടെ സ്ഥിരപ്പെട്ടു നിൽക്കണം. ഇനി എവിടെയും കണ്ട അങ്ങനെ നിൽക്കണമെന്നാണ് അർത്ഥം അല്ല, ഇത് യുദ്ധമാണ്. മനസ്സിലായോ? യുദ്ധ സാഹചര്യവുമാണ്. നിങ്ങൾ അങ്ങനെ ഒരു ടീമിനെ കണ്ടാൽ നിങ്ങൾ എന്താവണം? ഫത്ബുതു, നിങ്ങൾ സ്ഥിരപ്പെടണം. നിങ്ങൾ ഓടേണ്ടവരല്ലോ, അതുകൊണ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടവരല്ല, ഓടേണ്ടവരല്ല. പക്ഷെ നിങ്ങൾ വേറൊന്നുകൂടി ചെയ്യണം. വെറുതെ യുദ്ധം ചെയ്യലല്ല, നിങ്ങളുടെ യുദ്ധത്തിൽ ആത്മാർത്ഥമായി ആരെ പേടിക്കണം? നിങ്ങൾ ധീരമായി യുദ്ധം ചെയ്തു എന്നുള്ളത് മാത്രം ആരിഷ്ടപ്പെടുന്നില്ല? അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ പുണ്യനബിയുടെ മുമ്പിൽ വന്നൊരാൾ, അള്ളാഹുവിന്റെ റസൂലെ, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന വിധം ഒരാൾ യുദ്ധം ചെയ്യുന്നു. അയാളിങ്ങനെ ശത്രുപക്ഷത്തെ ആകെ പേടിപ്പിച്ച് അതിന്റെ ഉള്ളിലേക്ക് പത്മവ്യൂഹങ്ങൾ തകർത്ത് കയറുകയാണ്. അദ്ദേഹം ഓരോരുത്തരെയും ഇങ്ങനെ കൊന്നു തള്ളുകയാണ് എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിയുടെ മുമ്പിലെത്തി. നബി കുറെ നേരം ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അല്ല ഇന്നഹു മിൻ അഹ്ലിൻ നാർ, അയാൾ നരകവാസിയാണ്. ആര്? മുസ്ലിം പക്ഷത്തുനിന്ന് യുദ്ധം ചെയ്യുന്ന ഒരാളെ കുറിച്ച് സ്വഹാബാക്കൾ അയാളുടെ ധീരോദാത്തമായ ഈ യുദ്ധം, അതിന്റെ കഥ പറയുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നഹു മിൻ അഹ്ലിൻ നാർ, അയാൾ നരകവാസിയാണ്. സ്വഹാബാക്കൾ ഇങ്ങനെ അമ്പരന്നു. കാരണം
നബി ആരെക്കുറിച്ചാ പറയണത്? യുദ്ധത്തിൽ ഇത്രയേറെ ശക്തമായി മുന്നോട്ട് പോണ ഒരു മനുഷ്യനെ കുറിച്ച്, ഇത്ര ധീരനായ മനുഷ്യനെ കുറിച്ച്. പക്ഷേ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ അയാൾ വെട്ടേറ്റ് വീണു. വെട്ടേറ്റ് വീണിട്ട് അയാൾക്ക് സഹിക്കാനായില്ല. അയാൾ എന്ത് ചെയ്തു? അയാൾ സ്വയം കഠാര കൊണ്ട് കുത്തി, സ്വയം വാളുകൊണ്ട് നെഞ്ചുകുത്തി പിളർത്തി മരിച്ചു. അയാൾ മരിച്ചപ്പോ സഹാബാക്കൾ റസൂലുള്ളാഹിയുടെ അടുത്ത് ചെന്നു. നബി അങ്ങ് പറഞ്ഞ പോലെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ആത്മഹത്യ ചെയ്താൽ അയാൾ നരകത്തിലാണ് എന്ന് പറയാൻ കഴിയില്ല കേട്ടോ. അവിടെ ആ ഹദീസിനെയും അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയാളെ നിരന്തരം ശിക്ഷിക്കപ്പെടുമെങ്കിൽ ഒരു മുസ്ലിമായിരിക്കെ പിന്നെ അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കാൻ പാടില്ലായികയില്ല. മനസ്സിലായോ? അതുകൊണ്ട് നാളെ പോലെ ആത്മഹത്യ ചെയ്യാൻ വേണമെന്നല്ല പറഞ്ഞു. അതെ, അത് റിപ്പീറ്റ് ചെയ്യപ്പെടുമെന്നും ഒരു വലിയ ശിക്ഷ ഉണ്ടാവുന്നു. പക്ഷെ പഠിച്ചവൻ പുറത്തു കൊടുക്കാൻ പാടില്ലായികയില്ല. അതായത് പുറത്തു കൊടുക്കപ്പെടാത്ത ഒറ്റ കാര്യമുള്ളൂ, ഏത്? ശിർക്കാണ്. മനസ്സിലായില്ലേ? അപ്പോ പക്ഷെ ആത്മഹത്യ സൂഉൽ ഖാത്തിമത്തിന് കാരണമാവും. അത് പേടിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. കാരണം അത് സൂഉൽ ഖാത്തിമത്തിന് കാരണമാവും. അവസാനമാണല്ലോ രക്ഷപ്പെടാം, അല്ലെ? അവസാനം എന്നതിലാണല്ലോ സമയം. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വൽ അസ്ർ എന്ന് പറഞ്ഞോടത്ത്, ദ ടൈം എന്ന് പറഞ്ഞോടത്ത്, അതായത് ബൈ ദ ടൈം, സമയം തന്നെ സത്യം എന്ന് പറഞ്ഞോടത്ത് ഇമാം റാസി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്നറിയോ? മരണസമയമാണ്. ആ സമയം രക്ഷപ്പെട്ട ഈ 90 കൊല്ലം ജീവിച്ചതും 60 കൊല്ലം ജീവിച്ചതും 50 കൊല്ലം ജീവിച്ചതും 40 കൊല്ലം ജീവിച്ചതും ഒക്കെ രക്ഷപ്പെട്ടു. എവിടെ രക്ഷപ്പെട്ടാല്? അവിടെ ഒരു ദിക്റ് ചെല്ലാൻ കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ മലക്കുകളെ കാണാൻ കഴിഞ്ഞാൽ, അല്ലെ? തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. അല്ലാഹു ഭാഗ്യം തരട്ടെ. തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവർക്കുമേൽ അവതരിക്കുകയും എന്നിട്ട് അവർ പറയുകയും ചെയ്യും, അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയക്കണ്ട, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട, വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ, അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ഒരു പറ്റം മലക്കുകൾ അല്ലാതെ ഇങ്ങനെയും പറയത്, യാ ഇബാദിയൽ, പിന്നെ എന്താണ്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇത് രസകരമായ സ്വാഗതഗാനാണ്. ഇത്രയും നല്ല സ്വാഗതഗാനം ഉണ്ടോ ഭൂമിയിൽ? ഫദ്ഖുലി, കടന്നോളൂ, എന്റെ അടിമകൾ സ്വർഗത്താഴ്വരകളിൽ സുഖിക്കുന്നുണ്ട്, അങ്ങോട്ട് പോരെ, അല്ലെ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സാന്ത്വനം സിദ്ധിച്ച ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ നാഥന്റെ സമക്ഷത്തിലേക്ക് നീ മടങ്ങിക്കോളൂ, നിന്റെ പടച്ചവനടുത്തേക്ക് പോയിക്കോളൂ. വളരെ സാന്ത്വനത്തോടെ, പേടിക്കണ്ട, ഒരു ബേജാറും ആവണ്ട, നീ സുഖമായിട്ട് പോയിക്കോളൂ. ഉദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് കടന്നോളൂ. അല്ലാഹ് പറയാം, ഫർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയതൻ, തൃപ്തിപ്പെട്ട് സാന്ത്വനം സിദ്ധിച്ച വിധം. അള്ളാഹു തൃപ്തിപ്പെട്ടു, നീയും തൃപ്തിപ്പെട്ടു. അങ്ങനെ നിനക്ക് സാന്ത്വനത്തോടെ പോകാം, സമാധാനത്തോടെ പോകാം, ഭയലേശമില്ലാതെ പോകാം. ഇർജിഇ ഇലാ റബ്ബികി ഫദ്ഖുലി ഫീ ഇബാദി, നമ്മുടെ അടിമകളിലേക്ക്, എന്റെ അടിമകളിലേക്ക് നീ പ്രവേശിച്ചോളുക എന്ന് പറയുകയും ചെയ്യുന്ന സമയം. പക്ഷെ ആ ലഹലത്ത് നന്നാവണം. അള്ളാഹു നന്നാക്കട്ടെ. മറ്റേ ചിന്ത ഞാൻ പറഞ്ഞത് അതൊരു മസ്അല പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പോയിട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും അള്ളാഹു നമുക്ക് സമയം തരാതിരിക്കട്ടെ. അത്രയേറെ ഭീകരമാണ്. കാരണം സ്വയം അള്ളാഹു തന്ന ജീവനെ എടുക്കുക എന്ന് പറയുന്ന ഭീകരമായ ഒന്നാണ് ആത്മഹത്യ. പടച്ച റബ്ബ് കാക്കുമാറാകട്ടെ. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തു. അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോ ഇന്നഹു മിൻ അഹ്ലിന്നാർ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞു, അഷ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ റസൂൽ തന്നെയാണ്. എന്റെ നാവ് പറഞ്ഞപ്പോ അതങ്ങ് സത്യമായി പോയി. ഉണ്ടോ? അവിടെ എന്തുണ്ടായത്? അവിടെ ഇഖ്ലാസില്ലാത്ത യുദ്ധം ചെയ്തതാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് സംഭവിച്ചതാണത്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, വദ്കുറുല്ലാഹ്, നിങ്ങൾ യുദ്ധത്തിൽ നിങ്ങളുടെ ധൈര്യം കാണിക്കാൻ യുദ്ധം ചെയ്യരുത്. നിങ്ങൾ ആ യുദ്ധവും ഇബാദത്തായി കാണണം. നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുന്നതിൽ പോലും കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം
അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പാകണം പ്രധാനം. കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അള്ളാഹുവിന്റെ വചനം മുകളിൽ നിൽക്കാൻ ആവശ്യമാകുന്ന വിധം അള്ളാഹുവിന്റെ ദീനും ധർമ്മവും നീതിയും സ്ഥാപിതമാകാൻ ഏറ്റവും അവസാനം ചെയ്യേണ്ടി വരുന്ന യുദ്ധം പോലും അനിവാര്യമായും നടക്കുമ്പോ ഒരു മനുഷ്യനെ കൊല്ലുമ്പോഴും നീ ആ മനുഷ്യനെ ആകരുത് കൊല്ലേണ്ടത്, മറിച്ച് ആദർശത്തെയാണ്. അവിടെയാണ് ഫസ്ബുത്തുല്ലാ വദ്കുറുല്ലാ, നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം. അള്ളാഹുവിനെ ഓർത്താ ഈ വൈരാഗ്യമൊന്നും ഉണ്ടാവില്ല. വദ്കുറുല്ലാഹ കസീറൻ, എന്തിനാ അത്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ അതാ വേണ്ടത്. ആയുധബലം കൊണ്ട് ജയിച്ചോ നാം? ഇല്ല അല്ലെ? ആയുധബലം കൊണ്ട് ജയിച്ചിട്ടില്ല എന്നത് ബദർ തെളിവാണ്, ഖന്തഖ് തെളിവാണ്, ഹുനൈൻ തെളിവാണ്, ഉഹദ് തെളിവാണ്. ആയുധബലം കൊണ്ടല്ല ജയിച്ചത്. ഹുനൈൻ ഏറ്റവും വലിയ തെളിവാണ് അല്ലേ? അല്ലെ? എന്താ അത്? വലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറ വയൗമ ഹുനൈൻ ഇദ് അഅജബതുകും കസ്റതുകും ഫലം തുഗ്നി അൻകും ശൈആ വളാഖത് അലൈകുമുൽ അർളു ബിമാ റഹബത് ثم وليتم مدبرين. അല്ലാഹു പറയുന്നു, നിങ്ങളെ ഹുനൈനിൽ അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചു, ഹുനൈനിലും. പക്ഷേ നിങ്ങൾ അല്പം ആളുണ്ടെന്നുള്ള തോന്നൽ നിങ്ങളെ ഒന്ന് പൊങ്ങച്ചപ്പെട്ടിരുന്നു. ഇത് അഅജബതുകും കസ്റതുകും, നിങ്ങൾ ആളുണ്ടായിരുന്നു. കാരണം നിങ്ങൾ മക്കാ വിജയാനന്തരമാണ് ഹുനൈൻ യുദ്ധത്തിന് പോണത്. എല്ലാം കഴിഞ്ഞ് തീവ്രമായ വിജയത്തിന്റെ ഉന്മാദത്തിൽ നിൽക്കുമ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളോട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നമുക്കൊരു യുദ്ധമുണ്ട് ഹുനൈൻ, ഹവാസിനുകൾ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കാണ്. എല്ലാവരും ഉണ്ട്. 10,000-ഓളം വരുന്ന സ്വഹാബാക്കളുണ്ട് കൂടെ. അവിടെ വന്നപ്പോ മുസ്ലിങ്ങളായ 2,000 പേരുണ്ട്, 12,000-ഓളം ആളുകളുണ്ട്. പടയങ്കികൾ ദാനം ചെയ്യാൻ ആളുകൾ മത്സരിച്ചു. വാള് കയ്യിലില്ലാതെ ബദറിൽ യുദ്ധം ചെയ്തവർ പടയങ്കിക്ക് പോലും, പടയങ്കി എന്ന് പറഞ്ഞാൽ അവസാനം കിട്ടുന്നതാണ്, വാളും മറ്റൊക്കെ കിട്ടിയതിനു ശേഷം കിട്ടണ്ടല്ലേ, അതെല്ലാം റെഡിയാണ്. അപ്പോഴാണ് പോകുന്ന സമയത്ത് സ്വഹാബാക്കളുടെ മനസ്സിൽ ആരൊക്കെയോ പറഞ്ഞു, ലൻ നുഗ്ലബ ഹാദൽ യൗം, ഇന്ന് ജയിക്കും, നമ്മൾ പരാജയപ്പെടൂല, നമ്മൾ ജയിച്ചേ അടങ്ങൂ. ഇന്ന് പരാജയപ്പെടാൻ പാടില്ലല്ലോ, കാരണം നാം ഈ യുദ്ധങ്ങളൊക്കെ ജയിച്ചു പോന്നവരാണ്. ഇന്നാണെങ്കിലോ ജയിച്ചു നിൽക്കുകയാണ് നാം, ഒരിക്കലും പരാജയപ്പെടില്ല. കാരണം മറുഭാഗത്ത് 8,000 ആളുകളെ ഉള്ളൂ, നമ്മൾ 12,000 ഉണ്ട്. നമുക്ക് 8,000 മതി, ഒരാൾക്ക് ഒരാൾ മതി, അതും പോട്ടെ. ഒരാൾക്ക് ഒരാളും വേണ്ട, ഒരാൾക്ക് 2-3 ആളെ പറ്റും എന്നിടത്താണ് ഇസ്ലാം ഉള്ളത്. ആ സമയത്ത് ഒരാൾക്ക് ഒരാളെ തന്നെ നിർത്തണമെങ്കിൽ 8,000 മതി. പക്ഷെ ഇവിടെ 12,000 ഉണ്ട്. പക്ഷേ ചെന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി, സ്വഹാബാക്കൾ ഓടി. ഏതാണ്ട് 10-12 പേരാണ് പുണ്യനബിയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ചിതറി, പെട്ടെന്ന് ചിതറി. അപ്പോഴാണ് റസൂലുള്ളാഹ് ഇലയ്യ ഇലയ്യ ഇബാദല്ലാഹ്, എന്നിട്ട് വാ, ഇലയ്യ ഇലയ്യ ഇബാദല്ലാഹ് അന നബിയ്യുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, നുണ പറയല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. ഈ അറബികൾക്കൊരു പതിവുണ്ട്, വാപ്പാടെ പേരൊക്കെ പറയും. അതിന് മാത്രം ഉണ്ടാ നിന്റെ വാപ്പായും വാപ്പാടെ വാപ്പായും എന്ന് ചോദിക്കും. അത് അറബികളുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അറബികൾ പിതാക്കളുടെ കൃത്യമായി രേഖകൾ, അങ്ങനെ ഒരു ജീനിയോളജിക്കൽ അല്ലെ, ഒരു പിന്നെ പരമ്പരാഗതമായുള്ള അതിന്റെ പേരുകൾ പറയുന്ന രീതി അറബികൾക്ക് അന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അവരുടെ പിതാമഹന്മാരുടെ പേരുകൾ അറിയായിരുന്നു. നമുക്ക് എത്ര പിതാമഹന്മാരുടെ പേരറിയാം? പാപ്പ, വല്ലിപ്പ, അതിന്റെ പാപ്പ, അതിനപ്പുറത്തേക്ക് ഉണ്ടാവോ? ഇല്ല. നമുക്ക് അങ്ങനത്തെ ഒരു പാരമ്പര്യ രീതിയില്ല. പക്ഷെ അറബികൾക്ക് ഉണ്ടായിരുന്നു. നമ്മളല്ലേ കുറച്ചാണ് പോയി കഴിഞ്ഞാല് അള്ളാഹു ആലം പറയനും നായരും അല്ലെ. ഉമർ ഖാദി പറഞ്ഞാരി എന്തിനാണ് കൈഫത്തഫാഖുറു, എന്തിനാണോ ഈ വലിയ 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 വലിപ്പം പറയണത്? പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് പോയാൽ എന്താവും? നായരും പറയനും ആശാരി മൂശാരി അങ്ങനെ പലരും ആവും. അതായത് അങ്ങനെ അവിടെ ആ ഇവരിങ്ങനെ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ വിളിക്കും, ഞാൻ അബ്ദുൽ മുത്തലിബ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ യുദ്ധത്തിന്റെ തൊട്ട് മുമ്പിൽ എന്തേ സംഭവിച്ചത്? വലാഖത്ത് അലൈക്കുമുൽ അർളു ബിമാ റഹബത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ. അവർ നിങ്ങൾ യുദ്ധത്തിന് അവിടെ ഭൂമിക, അതായത് ആ മരുക്കാട് മുഴുവനും ഇത്ര വിശാലമായിരുന്നിട്ട് പോലും എവിടേക്ക് പോകണമെന്നറിയാതെ നിങ്ങൾ ആകെ അങ്ങ് കുടുങ്ങിപ്പോയി. വലാഖത്ത് അലൈക്കുമുൽ അർള്, ഭൂമി നിങ്ങൾക്ക് മുമ്പിൽ സങ്കുചിതമായി പോയി. ഓടാൻ സ്ഥലമല്ലോ എന്ന് പറയില്ലേ, ആ അവസ്ഥയിലെത്തി നടത്തും. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, പിന്നെ നിങ്ങൾ ഓടുകയും ചെയ്തു. പിന്നെ അള്ളാഹു പ്രത്യേകം സഹായിച്ചപ്പോഴാണ് നിങ്ങൾ ഹുനൈൻ യുദ്ധത്തിൽ ജയിച്ചത്. അപ്പോ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുദ്ധം എന്നതല്ല, അതൊരു കാരണം മാത്രമേ ആകുന്നുള്ളൂ. യുദ്ധത്തെക്കാൾ പ്രധാനം ഏതാണ്? ഹൃദയമാണ്. ഹൃദയം അള്ളാഹുവിൽ അഭിരമിക്കുന്ന മുഅ്മിനീങ്ങൾക്കാണ് അള്ളാഹു വിജയം കൊടുക്കുക. അതാണ് യുദ്ധത്തിലും ദിക്ർ ചെല്ലാൻ പറഞ്ഞ ഏതെങ്കിലും മതം ഉണ്ടാവോ? ഓക്കെ, യുദ്ധത്തിലും എന്താ ചെയ്യാൻ പറഞ്ഞത്? ഫദ്കുറുല്ലാഹ കസീറാ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിനെ തന്നെ ഓർക്കണം, നിരന്തരം ദിക്ർ ചെയ്യുക, ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നനഞ്ഞ ദിക്റിന്റെ നാവോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെ, നാവ് നനഞ്ഞിട്ട് എങ്ങനെ ദിക്ർ കൊണ്ട് നനയുക. അങ്ങനെ ഒരാൾ മരിച്ചാൽ പിന്നെ എന്താണ്? ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിലാണ്, ഒരു സംശയമില്ല, സ്വർഗത്തിലാണ്. ദഖലൽ ജന്ന എന്നുള്ള ഈ പ്രയോഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു സംശയമില്ലാതെ പറഞ്ഞു കൊടുത്താണത്. ഇപ്പോ ഒരു മനുഷ്യൻ പള്ളിക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം സംഭാവന ചെയ്താൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു അടക്കാക്കിലേക്ക് ഇരിക്കാനുള്ള സ്ഥലം കൊടുത്താൽ, ബനല്ലാഹു, അള്ളാഹ് പണിതു വച്ചു എന്നാണ്. അപ്പൊ അവിടെ ഡിപ്പോസിറ്റഡ് ആണ് സാധനം. അതുപോലെ തന്നെയാണ് ഇതും. ഒരാൾ ഈ ദിക്റിന്റെ നനവോടെ മരിച്ചാൽ അയാൾ ആരാണ്? ദഖലൽ ജന്ന, സ്വർഗത്തിലാണ്. അപ്പൊ ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ ശീലം ഏതാണോ അതായിരിക്കും അവസാനവും വരാം. അപ്പൊ നിരന്തരം ദിക്റിലാണെങ്കിലോ അവന്റെ അബോധ മനസ്സും ഇങ്ങനെ ദിക്റിക്കൊണ്ടിരിക്കും, ദിക്റിലാവും. മഹാനായ ചെർശ്ശേരി ഉസ്താദ് പിന്നെ സെറിബ്രൽ ഹെമറേജ് ആയിരുന്നല്ലോ മഹാനവർക്ക്. പക്ഷെ അവസാനം ഡോക്ടർമാർ നോക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ 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 കാണിച്ചു കൊടുക്കാറില്ല. അപ്പൊ കൊണ്ടുപോയി തസ്ബീഹുമാല വെക്കും. അപ്പോ ആ തസ്ബീഹുമാല ഇങ്ങനെ നിരന്തരം മറിച്ചുണ്ട്. അതാണ് അത് അവസാനം. കാരണം മുബരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ദിക്റാണ്. നമ്മളൊരു സാധനം ഒരു യാത്രയൊക്കെ പോകുമ്പോ കയ്യിലുണ്ടാവും ഒരു ഏട്, അതിങ്ങനെ ചൊല്ലിപ്പറഞ്ഞ് ആ ഔറാദുകൾ മുഴുവൻ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് അവസാനം വരുമ്പോ അതെന്തുണ്ടാവും. അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ പറയണത് ഏറ്റവും അവസാനം പറയും. അള്ളാഹു നമുക്ക് ഏറ്റവും നല്ലത് പറയാൻ തൗഫീഖ് തരട്ടെ, ഏറ്റവും നല്ലത് പറയാൻ തൗഫീഖ് തരട്ടെ. കാരണം മനസ്സ് അബോധാവസ്ഥയിലും അള്ളാഹുവിനെ പേടിക്കണം. അതിനെന്ത് വേണം? ബോധാവസ്ഥയെ നിരന്തരം അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തണം. നമ്മുടെ ബോധത്തെ അള്ളാഹുവിൽ അർപ്പിച്ചാലേ അബോധാവസ്ഥ, സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ നിരന്തരം പടച്ചൊല്ലെത്തും. സബ് കോൺഷ്യസ് മൈൻഡ് നിരന്തരം പടച്ചൊല്ലെത്തിയാൽ നമ്മൾ ഉറക്കത്തിൽ പോലും അള്ളാഹുവിനെ ഓർത്തെണിച്ചോളും. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് എണീക്കാനാവാത്തത്? അള്ളാഹു എന്ന ഓർമ്മ നമ്മളെ ഭരിക്കാത്തത് കൊണ്ടാണ്. അല്ലെ, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ് യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, ഈ ശരീരം അങ്ങ് ചെറുതായി പോകും. 80 കിലോ ഉണ്ടോ 100 കിലോ ഉണ്ടോ എന്നുള്ളതല്ലാതെ ശരീരം എന്തായി പോകും? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ്, കിടപ്പറയിൽ നിന്ന് അവന്റെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു പോകും. യദ്ഊന റബ്ബഹും, അവർ തന്നെ വിളിക്കുന്നവരായ നിലക്ക്, ഖൗഫൻ വതമഅൻ, പേടിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും അല്ലാഹുവിനെ തന്നെ, ആ പടച്ച റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരുമായ നിലയിൽ അവരുടെ ശരീരത്തിന്റെ കനം കുറഞ്ഞു പോകും. അവർ തന്നെ എണീറ്റു പോകും. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാണ്ട് ഒരു രക്ഷയില്ല, അത് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ എണീറ്റു പോകും അല്ലേ? അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ നിരന്തരം പറയണ്ടാവും കേട്ടോ, ടൈമായി, ഇനി ഇത്ര നേരം ഉറങ്ങിയാൽ മതി അല്ലെ? എക്സാം തൊട്ട് മുമ്പിൽ ഒന്നിക്കാണ് ഈ 4 മണിക്ക് നമ്മൾ എണീക്കൂലേ? എന്താ കാര്യം? നമ്മുടെ കോൺഷ്യസ് മൈൻഡിനേക്കാൾ ഏറെ നമ്മുടെ ഉപബോധ മനസ്സിങ്ങനെ നിരന്തരം ഈ വിഷയം ഉൾക്കൊണ്ടു കഴിഞ്ഞു. നമ്മുടെ ഉപബോധ മനസ്സ് ഉൾക്കൊള്ളാത്തതാണ് നമുക്ക് ഉറക്കം വന്നത്. ഉപബോധ മനസ്സ് ഈ രീതിയിലേക്ക് എത്തില്ല. ഉപബോധ മനസ്സ് അങ്ങനെ എത്തുമ്പോൾ നമ്മൾ അറിയാതെ ഏകാഗ്രമാവും. പഠിച്ചവനെ ഇതന്നെയാണ് ശരി എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? തതജാഫാ ജുനൂബും, ഈ ശരീരത്തിന്റെ പാർശ്വബലം കുറയും അല്ലെ?
ജൗഫ് എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നും ഇല്ലാതിരിക്കലാണ്. തതജാഫാ ജുനൂബുഹു എന്ന് പറഞ്ഞാൽ രണ്ട് പാർശ്വങ്ങളിലും ഒന്നും ഇല്ലാതിരിക്കുക. പാർശ്വബലം കുറയും. അപ്പൊ അവന് താനെ അങ്ങ് പൊങ്ങിപ്പോകും. അവൻ അള്ളാഹുവിനെ പേടിച്ചിട്ട് അവൻ പിന്നെ തഹജ്ജുദിന് എണീക്കും, സുബഹിക്ക് എണീക്കും. അവനൊന്നും പേടിയുണ്ടാവില്ല. നമുക്കിതൊന്നും ഇല്ലാതെ പോണതിന്റെ കാരണം ദിക്ർ വേണ്ടവണ്ണം കയറാത്തത് കൊണ്ടാണ്. അള്ളാഹു ദിക്ർ കയറ്റട്ടെ. ദിക്ർ നിരന്തരമാക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതെ, യുദ്ധത്തിൽ പോലും അള്ളാഹു സഹാബാക്കളെ ഇതൊരു തർബിയത്താണ് കേട്ടോ. ഇതൊരു തർബിയത്താണ്. റസൂലിനെ കൊണ്ട് സ്വഹാബാക്കളെ പഠിപ്പിക്കണ പണി തർബിയത്താണ്. നമുക്ക് തർബിയത്ത് എന്ന് പറയുന്ന സാധനം ഇല്ലാതെ പോകരുത്. അതായത് ഇതൊരു കേവലം ഒരു ആചാരമല്ല, ഇത് മനസ്സിനെ തർബിയത്ത് ചെയ്യിപ്പിക്കാൻ. യുദ്ധം ചെയ്യുമ്പോഴും നിങ്ങൾ ആരാകണം? നിങ്ങൾ ദാക്കിരീങ്ങളാകണം. നിങ്ങൾ ദിക്ർ ചെല്ലണം. ദിക്ർ ചെല്ലാൻ വേണ്ടി മാത്രം സദസ്സുണ്ടായിരുന്നു സഹാബാക്കൾക്ക്. അങ്ങനെ ഉണ്ടായിരുന്നു. ദിക്റിന്റെ മജ്‌ലിസുകൾ ഉണ്ടായിരുന്നു. ദിക്റിന്റെ മജ്‌ലിസുകളിൽ പിന്നെ അബ്ദുല്ലാഹിബിൻ റവാഹ പ്രത്യേകം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ റവാഹയെ കുറിച്ച് സ്വഹാബാക്കൾ തന്നെ ആരോ പരാതി പറഞ്ഞു റസൂലുള്ളാഹിനോട്. ഇങ്ങോട്ട് വരാൻ പോലും ചിലപ്പോ സമ്മതിക്കാത്ത പോലെയുണ്ട്, ഇവിടെ ഇങ്ങനെ മജ്‌ലിസ് കൂട്ടിയിട്ട് ഇവിടെ വന്നൊന്നിരിക്കൂ എന്ന് അബ്ദുല്ലാഹിബിൻ റവാഹ പറയുന്നുണ്ട് എന്നൊരിക്കൽ റസൂലുള്ളാഹിനോട് ഒരാൾ പരാതി പറഞ്ഞു. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹു യുഹിബ്ബുൽ മജാലിസ് അല്ലതി തതബാഹാ ബിഹൽ മലായിക. അദ്ദേഹം മറ്റാരുമല്ല, യുഹിബ്ബുൽ മജാലിസ്, ചില പ്രത്യേക മജ്‌ലിസുകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് അബ്ദുല്ലാഹിബിൻ റവാഹ. അല്ലതി തതബാഹാ ബിഹൽ മലായിക, അവിടെ മലക്കുകൾ പോയിട്ട് അവർ പറയും, ഞങ്ങൾ ആ സദസ്സിൽ ഇരുന്നിരുന്നു കേട്ടോ. അവൻ പറയില്ലേ, ഞാൻ ഇന്ന സമ്മേളനത്തിൽ പോയിരുന്നുട്ടോ. പിറ്റേ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അതുപോലെ മലക്കുകൾ പറയും. മലക്കുകൾ വണ്ണം പറയുന്നവരല്ല സാധാരണ മലയാളത്തിൽ. അതായത് ഞാൻ പോയിരുന്നു, ഞാൻ കണ്ടു, സംഭവമാണ്, ഗംഭീരായിരുന്നു എന്ന് പറയും. ആരോടും പറയും? അള്ളാഹുവിനോടും പറയും. അള്ളാഹുവിനോട് പറയുമ്പോ പടച്ച റബ്ബിനോട് അവരിങ്ങനെയും പറയും. അവരെന്തേ ചെയ്തതെന്ന് ചോദിക്കും പിന്നെ മലക്കുകളോട്. അപ്പൊ പറയും, നിന്നെ പേടിച്ചിട്ട് നരകത്തിന് കാവൽ ചോദിക്കണ്ടായിരുന്നു എന്ന് പറയും. അപ്പോ അള്ളാഹു പറയും, എന്നാൽ അവർക്ക് ഞാൻ നരകമോചനം കൊടുത്തു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. നിന്നെ പേടിച്ചിട്ട് 2 തുള്ളി കണ്ണുനീര് സാക്ഷിയാക്കൂ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ. ആ കണ്ണുനീര് പറയും, അള്ളാഹുവേ, ഇവൻ രാത്രിയിൽ ആരും കാണാതെ നരകമോചനത്തിന് വേണ്ടി കരഞ്ഞിട്ട് ദ്വാരുന്നിട്ടുണ്ട് എന്ന്. അതാ ഞാനാണ് സാക്ഷി, കാരണം ഞാനാണ് അവന്റെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർ എന്നാര് പറയും? കണ്ണുനീര് പറയും. ആര് പറഞ്ഞു തന്നു അത്? മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികളിലെ ശത്രുക്കൾക്ക് പോലും വിശ്വാസത്തിൽ മാറ്റമില്ലാതിരുന്ന സത്യസന്ധതയുടെ നാവാകുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ നമുക്ക് പറഞ്ഞിരുന്നു, 2 തുള്ളി കണ്ണുനീര് കൊണ്ട് നിങ്ങൾ സ്വർഗം വാങ്ങിക്കോളൂ. 2 തുള്ളി കണ്ണുനീർ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും. അപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയും, അവന് നരകമോചനം കൊടുത്തു കഴിഞ്ഞു. അവനെന്തേ ചോദിച്ചത്? പൊറുക്കലിനെ തേടിയിരുന്നു, സ്വർഗം ചോദിച്ചിരുന്നു, ഞാനതൊക്കെ കൊടുത്തു. അങ്ങനെ അവസാനം മലക്കുകൾ ചോദിക്കും, പടച്ചോനെ സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ അവിടെ ഇരുന്ന് കുറെ ആളുകൾ തൂങ്ങി ഉറങ്ങണ്ടായിരുന്നു, അവരുടെ കാര്യം എന്താണ് എന്ന് ചോദിക്കും. അങ്ങനെ തന്നെ, ഞാൻ വെറുതെ പറയാനല്ല, ഇത് സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അവിടെ കുറെ അശ്രദ്ധരായിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കാര്യം എന്താന്ന് ചോദിക്കും. അപ്പോ മലക്കുകളോട് പടച്ചോൻ പറയും, ഹുമുൽ ഖൗമു, അവര് പ്രത്യേക വിഭാഗമാണ്. ആര്? ആ മജ്‌ലിസ് ഇരുന്ന ആളുകൾ ഒരു പ്രത്യേക വിഭാഗമാണ്. അവരുടെ കൂടെ ഇരുന്നവർ പരാജയപ്പെടാൻ പാടില്ലല്ലോ. കണ്ടോ? അതായത് ആ മജ്‌ലിസിൽ ഇരുന്ന വലിയ ആളുകളുടെ കൂടെ ഇരുന്നില്ലേ അവര്, ഇവര് മോശമായാൽ അവരും കൂടി മോശാവൂലേ? പടച്ചോൻ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര, അതായത് അത്രയേറെ ഈ പിന്നെ മാന്യത കാണിക്കുന്ന ആളാണ് അള്ളാഹു. അതുകൊണ്ട് പടച്ച റബ്ബ് പറയും, ഹുമുൽ ഖൗമു, ആ വിഭാഗം ആളുകൾ, ലാ യസ്ഖാ ബിഹിം ജുലൂസുഹും, അവരുടെ ജുലൂസും അവരുടെ കൂടെ ഇരുന്നവരും എന്താവാൻ പാടില്ല? പരാജയപ്പെടാൻ പാടില്ല. അവരുടെ കാര്യം ഞാൻ അങ്ങനെ തന്നെ പരിഗണിച്ചു. അവസാനത്തെ A+ ആണെങ്കിലും കിട്ടിയ A+ തന്നെയല്ലേ? അല്ലേ? അല്ലേ? അപ്പൊ ഉറങ്ങണമെങ്കിലും ഇങ്ങോട്ട് വന്നിരുന്ന് ഉറങ്ങിയാൽ മതി. ഉറങ്ങാണെങ്കിലും ഇവിടെ വന്നിരുന്നാൽ മതി. അപ്പൊ അത്രയേറെ വലിയൊരു കാര്യമാണ് ഇത്, ഖുർആന്റെയും ദിക്റിന്റെയും മജ്‌ലിസ്. ഇത് സഹീഹുൽ ബുഖാരിയാണ്. ഇന്നലില്ലാഹി മലായിക്കത്തൻ സയ്യാഹീന എന്ന് തുടങ്ങണതാണ് ആദ്യം.
അള്ളാഹുവിനോട് കുറെ യാത്ര ചെയ്യുന്ന മലക്കുകൾ, സയ്യാഹ്, മസീഹ് അല്ലെ, മസീഹു ദജ്ജാലും മസീഹ് ഈസ ഇബ്നു മറിയം ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതുകൊണ്ടാണത്. ദജ്ജാല് മുഴുവൻ ലോകവും കാണും. അപ്പൊ സയ്യാഹീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ യാത്ര ചെയ്യുന്ന മലക്കുകൾ അവരെല്ലായിടത്തും വന്നിരിക്കും. ഇവിടുന്നൊക്കെ നോട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോ ആ മലക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുന്നതിന്റെ കഥ സഹീഹുൽ ബുഖാരി തന്നെ രേഖപ്പെടുത്തുന്നതാണ്, മുസ്ലിം. അപ്പോ മുത്തഫഖുൻ അലൈഹിയാണ്, ഖുദ്സിയല്ല, ഇത് റസൂൽ പറഞ്ഞതാണ്. പക്ഷെ അള്ളാഹു പറയുന്നത് റസൂൽ തന്നെ പറഞ്ഞു തരികയാണ്. മറ്റേത് അള്ളാഹ് തന്നെ നേരിട്ട് പറയുന്ന രീതിയാണ്. അത് രണ്ടാണ്. അപ്പോ ഇത് ഉറച്ച ഹദീസാണെന്ന് പറയാം, ഒരു സംശയവും അതിലില്ല. രണ്ട് ഷൈഖാനി, അതായത് ഹദീസ് ലോകത്തെ രണ്ട് പ്രമുഖരായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തു എന്നതുകൊണ്ട് തന്നെ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം, ഒരു നിബന്ധനയും ഇനി പാലിക്കേണ്ടതില്ലാത്ത വിധം കൃത്യമായ ഹദീസുകളിലാണ് അത് പറയുന്നത്. അപ്പോ ദിക്ർ എന്ന് പറയുന്നതിനെ നിരന്തരം എന്ത് ചെയ്യണം? തുടർത്തണം. ഫദ്കുറുല്ലാഹ്. അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ, ഇത് അള്ളാഹുവിനെ ഓർക്കുന്ന സാസ്താണ്. ഖുർആനിലെ അള്ളാഹുവിനെ ഓർക്കാനുള്ള ഏറ്റവും വലിയ പണി. നമ്മുടെ കണ്ണ് എവിടെയൊക്കെ നനഞ്ഞാൽ അതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന സാക്ഷിത്വം വലുതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുക എന്നത് പോലും പുണ്യാണ്. ഇരിക്കുക എന്നുള്ളത് ഖുർആന്റെ മജ്‌ലിസിൽ ഇരിക്കണ്ടേ, ഖുർആൻ ഒന്ന് പാരായണം ചെയ്ത് കേൾക്കണ്ടേ. ഇപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാണ്. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, ഒന്ന് ഉഹിബ്ബു അൻ അസ്മഅ, എനിക്കൊന്ന് കേട്ടാ കൊള്ളാന്നുണ്ട് ഖുർആൻ. ആരാ പറയണത്? ഇത് കൊണ്ടുതന്ന ആൾ. അപ്പൊ എന്റെ മേൽ നീ ഖുർആൻ ഓതണം എന്ന് പറഞ്ഞു ഇബ്നു മസ്ഊദിനോട്, ഇഖ്റ അലയ്യ. അപ്പോ ഖുരി അലൈക യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് ഓതിത്തരേ? വഖദ് ഉൻസില അലൈക, ആ ഗ്രന്ഥം തന്നെ, ആ ഖുർആൻ തന്നെ അവതരിക്കപ്പെട്ടത് അങ്ങയുടെ മേലല്ലേ, പിന്നെ എങ്ങനെ ഞാൻ അങ്ങക്ക് അത് ഓതിത്തരാം? അപ്പോഴാണ് മഹാനായ റസൂൽ പറഞ്ഞത്, ഉഹിബ്ബു അൻ അസ്മാ മിൻ ഗൈരി, ഞാനല്ലാത്ത വേറെ ആളിൽ നിന്ന് കേൾക്കാൻ എനിക്ക് വലിയ ദാഹം. എന്താ ഖുർആൻ ഇങ്ങനെ ഓതി കേൾക്കുമ്പോൾ അതിന്റെ രസമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓതിത്തരണം എന്തിനാ? ഇപ്പൊ ഇതെല്ലാം കൂടി മുഴുവൻ ഇവിടെ തീർത്തിട്ടല്ലോ, പിന്നെ ഓതാണ്. എന്തിനാത്? ആ ഓതുമ്പോ പ്രത്യേകിച്ചും നിങ്ങൾ അതിന്റെ അക്ഷരങ്ങളെ കുറിച്ച് പ്രത്യേകം ഓർക്കണം. ഒരക്ഷരം പിഴക്കുമ്പോ അത് ഖുർആന്റെ ശാപത്തിന് കാരണമായി തീരുന്നതാണ്. അത് കം ഖാരിയിൻ ബല്ലാനഹുൽ ഖുർആൻ, എത്ര കാര്യങ്ങളാണ്, പക്ഷെ ഖുർആൻ അവരെ ശപിക്കുന്നു. എന്താ കാര്യം? ഖുർആൻ അവതരിക്കപ്പെട്ടതുപോലെയല്ല ഓതുന്നത്. അതുകൊണ്ട് അക്ഷരങ്ങൾ പ്രധാനമാണ് കേട്ടോ. ഞാൻ പ്രത്യേകം പറയുന്നു, ഊന്നി പറയുന്ന ഒരു കാര്യം, ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഫാത്തിഹയുടെ അക്ഷരം ശരിയാകാത്ത ഒരാൾക്ക് നമസ്കാരം ശരിയാകുമെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? സ്വാദ് ശരിയാകാത്തവൻ, ലാദ് ശരിയാകാത്തവൻ, ഐന് ശരിയാകാത്തവൻ, ഗൈൻ ശരിയാകാത്തവൻ, അല്ലേ, സീൻ ശരിയാകാത്തവൻ, അങ്ങനെ ഈ കർമ്മശാസ്ത്ര ഉലമാക്കളൊക്കെ പറയുന്നത് സമയം കിട്ടിയ അത്രയും സമയം കൊണ്ട് ഫാത്തിഹയുടെ ഈ അക്ഷരങ്ങൾ മുഴുവനും പഠിച്ചെടുക്കാതിരുന്നാൽ ആ സമയം മുഴുവനും നഷ്ടപ്പെടുത്തിയവന് ഈ നമസ്കാരം ശരിയാവുന്നില്ല. അതെ, പേടിക്കണം, നമസ്കാരം ശരിയാവുന്നില്ല. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പലപ്പോഴും അല്ലാഹു എന്ന് തന്നെ പറയണം. പലരും അല്ലാഹു എന്ന് പറഞ്ഞവരുണ്ട്, അല്ലാഹു എന്ന് പറഞ്ഞവരുണ്ട്. ആ കേൾക്കുമ്പോ അറിയാം, ബാക്കിൽ നിൽക്കുമ്പോഴും അറിയാം ചിലരൊക്കെ എങ്ങനെയാ പറഞ്ഞെന്നുള്ളത്. അല്ലാഹു എന്ന് പറയാൻ പറ്റണം. അല്ലാഹു അതന്നെയാണ് അല്ലാഹു. ശ്രയോ, അല്ലാഹു ആണ് ശരിക്കും അത്, അല്ലാഹു ആണ് ശരിക്കും അത്. പക്ഷെ ആ അല്ലാഹുവിൽ തഫ്ഖീം എന്ന് പറയുന്ന ഒന്ന് വരും. അതായത് അതിനെ വണ്ണപ്പെടുത്തുക എന്നാണ് അതിനർത്ഥം. തഫ്ഖീം ചെയ്യുമ്പോ നാം എന്താക്കും? അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിനെ അല്ലാഹു എന്നുള്ളത് അല്ലാഹു എന്നാവും. പക്ഷെ അതിന്റെ സ്ഥാനം മാറുന്നില്ല. കേട്ട ശബ്ദം മാത്രമേ മാറുന്നുള്ളൂ, അതിന്റെ സ്ഥാനം മാറാൻ പാടില്ല. സ്ഥാനം മാറിയാൽ അതോടുകൂടി എന്തായി? അതല്ലാതെയായി. അപ്പൊ നമ്മളറിയാതെ അല്ലാഹു എന്ന് പറഞ്ഞാൽ, എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ എന്റെ ശൈലിയും ശീലവും എപ്പോഴും അല്ലാഹു ആയതുകൊണ്ട്. പക്ഷെ ചിലരൊക്കെ വരുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ, അങ്ങനെ അല്ലേ, കേട്ടിട്ടുണ്ട്. അതെ തീർച്ചയായും അല്ലാഹു അല്ലേ.
നിങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, സ്വന്തം പറഞ്ഞു നോക്കൂ. അപ്പൊ അറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണെങ്കിൽ എന്തായി? തക്ബീറത്തുൽ ഇഹ്റാം മുതൽ കഴിച്ചു. അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഈ തൗഹീദിന്റെ കലിമത്തിന്റെ വലിയ പ്രത്യേകത, രണ്ടേ രണ്ട് മഖ്റജേ അതിനുള്ളൂ. ഏത്? ലാ ഇ ലാ ഹ ഇ ലാ. ഒക്കെ എന്താണ് ഇവിടെ മുട്ടണം? ഹൽഖും ലാ എന്ന മഖ്റജും മാത്രം. അതെ. അപ്പൊ ഒരാൾക്ക് ഇങ്ങനെ മൗനമായി നിൽക്കുകയല്ല. സുഖല്ലേ? ആരും അറിയില്ല. പക്ഷെ എതിർത്തില്ല. അത് കുറച്ചുകൂടി താത്തി പറഞ്ഞാലും ആരും കേൾക്കണ്ട. ഇല്ല, ഇങ്ങനെയും പറയാം. ഇല്ല, മനസ്സിലേക്കും വരാം. മനസ്സാണ് ഏറ്റവും നല്ലതെന്നാണ് ദിക്റുകളുടെ കൂട്ടത്തിൽ. അതായത് അങ്ങനെ മനസ്സിന്റെ ദിക്റാണ് അത്. ഒക്കെ ശരിയാവും. നാവിന്റെ ചലനമൊക്കെ വരും. അത് ഞാൻ പറഞ്ഞ ഒട്ടും ശബ്ദമല്ല, നമ്മുടെ ശരീരം കേൾക്കുന്ന വിധത്തിൽ ചെല്ലിയാൽ അപ്പോഴും. പക്ഷെ ഈ രണ്ട് മഖ്റജിനപ്പുറത്തേക്ക് കടക്കല്ല. ഒരാളുടെ ചുണ്ട് ചലിക്കണത് പോലും അറിയണമെന്നില്ല. ചുണ്ട് ചലിച്ചോളണമെന്നുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് മഖ്റജുകൾക്കും ചുണ്ട് ആവശ്യമേ അല്ല. അപ്പൊ അതായത് നഫസിയായ, അതായത് ശരിക്കും ശ്വാസത്തിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ദിക്റാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റണം. ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ അതായത് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വരുന്നത് പോലെ ദിക്ർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അല്ലാഹ്. ഇനി നോക്കൂ, ഇനി ജലാലത്തിന്റെ ഇസ്മിന്റെയും പ്രത്യേകം നോക്കൂ. ഇതിനും രണ്ടേ രണ്ട് മഖ്റജേ ഉള്ളൂ. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അത് ശരിക്കും ഇങ്ങനെ വലിച്ചെടുത്തോളൂ. നിങ്ങളിങ്ങനെ ഒരു രക്തചംക്രമണം പോലെ ദിക്ർ ഇങ്ങനെ നിരന്തരം ചെയ്തു നോക്കൂ. ഇങ്ങനെ ശ്വാസത്തെ വലിക്കുന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനാണ് ഇത് ഇങ്ങോട്ട് തന്നെയാ നോക്കണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാ അറിയോ? അത് ഈ എല്ലാത്തിന്റെയും നിഷേധാണ് ഇല്ലല്ലാഹ്. അല്ലേ? നോക്കൂ, സകലതിന്റെയും തിരസ്കാരത്തിന് ശേഷം എന്തിനെ മാത്രം ഉറപ്പിക്കാണ്? അല്ലാഹ്. ഞാൻ പോലും ഇല്ല അവിടെ. ആരേ ഉള്ളൂ? അല്ലാഹ്. വലിയ പ്രശ്നം, വലിയ വിഷയമാണിത്. അതായത് എല്ലാത്തിനെയും തിരസ്കരിക്കുമ്പോൾ കിട്ടുന്ന ധൈര്യം എത്ര വലുതാണെന്ന് അറിയോ നിങ്ങൾക്ക്? പിന്നെ എന്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് അല്ലാഹ്. ഈ ധൈര്യം ഇല്ലാത്തവനാണ് ശരിക്കും പറഞ്ഞാല്. ഞാൻ ആലോചിച്ചു പറഞ്ഞ ഈ ഭൗതികമായ സംസ്കാരങ്ങളിലേക്ക് പോകുന്നവന് എന്ത് ധൈര്യം ഉണ്ടാവാം? ഭൗതികമായ സംസ്കാരവും ഭൗതികമായ സംസ്കാരങ്ങളെ വല്ലാതെ ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളില്ലേ? അപ്പൊ ഈ ഭാഷകൾ തന്നെ അങ്ങനെയാണ്. ഈ കൊച്ചു കുഞ്ഞു മക്കളെ മലയാളം പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറെ ചിലർ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഇംഗ്ലീഷ് പഠിക്കണം, അതിനൊന്നും ഞാൻ തയ്യാറില്ല. പക്ഷെ സ്വന്തം ഭാഷയോട് പോലും എന്തില്ല? പ്രതിബദ്ധതയില്ല. അതെ, ഞാൻ എന്റെ ചുറ്റുവട്ടം ഒക്കെ മോശമാണെന്ന് പറഞ്ഞ പിന്നെ ഞാൻ തന്നെയല്ലേ ഏറ്റവും മോശം? അതെന്താ മലയാളിക്ക് മനസ്സിലാവാത്ത? ചിലരുണ്ട് ഇങ്ങനെ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ, ഞാൻ പറയണത്. പക്ഷെ മലയാളം പോലെ ആവരുത്. മലയാളി ഉമ്മ പഠിപ്പിക്കേണ്ടത് അവനവന്റെ മാതൃഭാഷയാകണം. മറ്റേത് മറ്റുള്ളവർക്ക് മുമ്പിൽ പറയാൻ ആവശ്യമായ ഒരു ഭാഷയാണ്. അതിനപ്പുറം ആ ഭാഷക്ക് വേറെ പ്രത്യേകത. പക്ഷെ ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ആ ഭാഷക്കാരന്റെ അടിമയാണെന്ന് സ്വയം പ്രഖ്യാപിക്കാൻ. അപ്പൊ ആ എല്ലാ അടിമത്വവും മാറ്റിവെക്കാം. എവിടെ നിന്നാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ആരുടെ അടിമയല്ല. ആരുടെ അടിമയാണ്? അല്ലാഹ്. എന്തൊരു സ്വാതന്ത്ര്യമാണ്! എന്തൊരു സ്വാതന്ത്ര്യമാണ്! അതുകൊണ്ട് അതല്ലേ റോമയുടെ പട്ടാളക്കാരൻ മുഴുവൻ വന്നു നിൽക്കാൻ. റോമയുടെ സൈന്യാധിപൻ റുസ്തം മഹാനായ ഇബ്നു റുബിയോട് ചോദിക്കാണ്, അല്ല, ഈ പാവം ദരിദ്രരായ കുറെ സാധുക്കളായി വസ്ത്രം പോലും മര്യാദക്ക് ഇല്ലാത്ത ഈ പാവങ്ങളെ നിങ്ങൾ ഈ റോമ എന്ന് പറയുന്ന മഹാസാമ്രാജ്യവുമായി ഏറ്റുമുട്ടാൻ വന്നാൽ നിങ്ങൾക്ക് വിഡ്ഢിത്തം വല്ലതുമാണോ? എങ്കിൽ നിങ്ങൾക്ക് റോമയുടെ വിശാലമായ പ്രദേശത്ത് നിന്ന് അല്പം സ്ഥലം തരട്ടെ, നിങ്ങൾക്കല്പം ഭക്ഷണം തരട്ടെ, കുറച്ച് ഡ്രസ്സൊക്കെ തന്നു വിടട്ടെ,
എന്തിനാ സാധുക്കളെ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നാ ചോദ്യം. അപ്പൊ ഇബ്നു നബി കുലുങ്ങിയില്ല. കാരണം കുലുങ്ങുന്നത് എപ്പോഴാ അറിയോ? വസ്ത്രം തരട്ടെ എന്ന് പറയുമ്പോൾ സ്വന്തം വസ്ത്രത്തിലേക്ക് നോക്കണവനാണ് കുലുങ്ങ. മോശട്ടല്ലേ. അപ്പോഴാണ് എന്ത് ചെയ്യാ നമ്മള്? അപ്പൊ നമ്മൾ ആലോചിക്കും അവരാണ് കേമന്മാരെന്ന്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് സമ്പത്തുണ്ടോ എന്ന് ആലോചിക്കുമ്പോ ഇല്ലാന്ന് തോന്നുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അങ്ങോട്ട് നോക്കണത്. ഇതൊന്നും അവർക്ക് വിഷയമല്ല. അവരെന്തിലെത്തി? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ അധികാരവും ആരുടെയാണ്? റോമയുടെയോ പേർഷ്യയുടെയോ അമേരിക്കയുടെയോ റഷ്യയുടെയോ അല്ല, അള്ളാഹുവിന്റേതാണ്. അങ്ങനെ ചിന്തിച്ച ഇബ്നു നബി ഒരു ഒറ്റ പ്രസംഗാണ്: ഞങ്ങൾ വന്നത് ഈ റോമ മുഴുവനും ഞങ്ങളുടെ കാൽ കീഴിലായാലും ഞങ്ങൾ ഇപ്പോ അനുഭവിക്കുന്നതിനപ്പുറം വാങ്ങാനല്ല, ഞങ്ങളിപ്പോ കഴിക്കുന്ന ഭക്ഷണത്തിനപ്പുറം സുഖഭക്ഷണം കഴിക്കാനല്ല, ഞങ്ങൾക്ക് താമസിക്കാൻ ഇതിനേക്കാൾ വലിയ ഇടം കിട്ടാനുമല്ല, മറിച്ച് റോമയുടെ ചക്രവർത്തി ഉൾപ്പെടെയുള്ളവരെ മനുഷ്യത്വത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവിടെയാണ് വിഷയം. ആ പ്രസംഗം കേട്ട് തോറ്റുപോയവര്, ആ പ്രസംഗം കേട്ടപ്പോ തോറ്റുപോയവര്. റോമ തോക്കാൻ മറ്റൊരു കാരണം ഉണ്ടാവില്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം മതി. കാരണം ഭൂമിയുടെ ഈ സങ്കുചിതമായ വികാരങ്ങളിൽ നിന്ന് പാരത്രിക ജീവിതത്തിന്റെ വിശാലമായ ആദർശബോധത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളല്ലാതെ ഈ സാമ്രാജ്യം കാൽക്കീഴിലാക്കി ചവിട്ടിമെതിക്കാനല്ല. ഞങ്ങൾക്ക് ഈ സാമ്രാജ്യം കാൽക്കീഴിലാകുമ്പോഴും ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിനപ്പുറം അനുഭവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. റുസ്തം, നീ ഉൾപ്പെടെ ഒരു ചക്രവർത്തിയുടെ അടിമയാണ്. ഞങ്ങൾ അള്ളാഹു എന്ന ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ ഈ ജഗന്നിയന്താവിന്റെ അടിമയാണ്. അവിടെയാണ് ഞാനും നീ തമ്മിലുള്ള മാറ്റം. സ്വയം ആലോചിച്ചൂലേ? ഞാനൊരു മനുഷ്യന്റെ അടിമയാണ്. അതേസമയം ആര്? ഈ ജീർണ വസ്ത്രധാരി, അവൻ പറയുന്നത് ഈ പ്രപഞ്ചാസകലം സൃഷ്ടിച്ച ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ. ആ തോക്കാതിരിക്കാൻ വേറെല്ലാം വേണോ? അതാണ് ആ ചിന്തയാണ് അള്ളാഹു എന്ന ചിന്ത. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോ നമുക്ക് എല്ലാ അടിമത്വം പോവും. വസ്ത്രത്തിന്റെ അടിമത്വം പോവും, ഒക്കെ പോവും. പെൺകുട്ടികൾക്ക് പ്രത്യേകം ഞാൻ ക്ലാസ് എടുത്തു തരാൻ. ഡ്രസ്സിന്റെ അടിമത്വം പോവും. കാരണം ഡ്രസ്സ് ധരിച്ച് നിങ്ങൾ ചെല്ലുമ്പോ പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെന്ന് മാത്രം ചിന്തിക്കുന്നവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിൽ കയറിയിട്ടുള്ളൂ. അപ്പൊ എന്തുണ്ടാവും? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കയറിയവനെ അല്ലെങ്കിൽ കയറിയവളെ വേറൊരാൾ കളിയാക്കാണ്. നീ ഈ ഡ്രസ് ഇട്ട് മോശമായില്ലേ? ഒരു മോശമല്ല, ഇതെന്റെ പടച്ചവൻ എന്നോട് പറഞ്ഞ ഡ്രസ്സാണ്. ഞാൻ നിന്റെ അടിമയല്ലല്ലോ. നീ നിശ്ചയിച്ചു തന്ന ഏതെങ്കിലും ഒരു ഡിസൈനറിന്റെ അടിമയല്ലല്ലോ. നീ അങ്ങനെ ആരോ ഫാഷൻ ചെയ്ത് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവന്റെ ബിസിനസ് വലുതാക്കാൻ വേണ്ടി അവർ ചെയ്തു വെച്ചിട്ടുള്ളതിന്റെ പിന്നാലെ പോയവനുമല്ല. ഞാൻ ആരാണ്? എനിക്ക് നല്ലൊരു ഐഡന്റിറ്റി ഉണ്ട്, എനിക്കൊരു നല്ല പടച്ചോനുണ്ട്, ഞാൻ അതിൽ കീഴിലാണ്. ഈ ചിന്ത ഉള്ളവൻ ഒരിക്കലും ആരെയും ഉണ്ടാവാനാവൂല, ആരുടെയും അടിമയാകാനാവില്ല. അവനെ ജയിക്കാൻ ആർക്കും സാധിക്കൂല. നിങ്ങൾക്ക് ശരീരം കൊണ്ട് ജയിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് ജയിക്കലാണ് പ്രധാനം. നോക്കൂ, നമ്മളെയൊക്കെ ബ്രിട്ടീഷുകാർ ആദ്യം ജയിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടായിരുന്നു? അടക്കി ഭരിക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അവർക്ക് തന്നെ മനസ്സിലായി അടക്കി ഭരിക്കൽ ഒരു ജനതയെ ജയിക്കാൻ പറ്റിയൊരു പരിപാടിയല്ല. അതിനവരെന്തു തന്ത്രം മെനഞ്ഞു? അവർ വിദ്യാഭ്യാസം കൊടുക്കാൻ തീരുമാനിച്ചു, അല്ലേ? We may educate our subjects, so they may demand our institutions. Whenever the day comes, it will be the proudest day of our history എന്ന് പറഞ്ഞു മെക്കാലെ പ്രഭു. നാം ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പൊ ഇവരാരാകും? So they may demand our institutions. അവർ നമ്മുടെ സ്ഥാപനങ്ങൾ ചോദിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മുടെ മാതിരി ഹാസ്കറ്റ് ഇട്ട് നമ്മുടെ മാതിരി നടക്കുന്ന പെണ്ണും ആണും ഉണ്ടാകാൻ ശ്രമിക്കും. Whenever the day comes, അങ്ങനൊരു കാലം വന്നാൽ ഇറ്റ് വിൽ ബി ദ പ്രൗഡസ്റ്റ് ഡേ ഓഫ് അവർ ഹിസ്റ്ററി. അതാണ് നമ്മുടെ കാലത്തെ ഏറ്റവും പ്രൗഢമായ ചരിത്രത്തിലെ അഭിമാന മുഹൂർത്തം. അങ്ങനെ പറയേണ്ടി വരുന്നിടത്ത് ബൗദ്ധികമായ അടിമത്തമാണ് നിന്ദ്യതയുടെ ഏറ്റവും അപാരതയിൽ നിൽക്കുന്നത്. ബൗദ്ധികമായ അടിമത്തം, ഇന്റലക്ച്വൽ ഇൻവേഷൻ. അതാണ് എവിടെ നടന്നത്? ഇവിടെ നടന്നത്. പാശ്ചാത്യ ലോകം പൗരസ്ത്യ ലോകത്തെ ബൗദ്ധികമായി അടിമപ്പെടുത്താനാണ് ശ്രമിച്ചത്. ആ ബൗദ്ധികമായ അടിമത്തത്തിന്റെ കീഴിൽ വന്നപ്പോഴാണ് നാം പരാജയപ്പെട്ടത്. അതേസമയം മണ്ണ് കീഴടക്കിയിട്ട് ഒരിക്കലും അവന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അപ്പോഴൊക്കെ അവൻ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. മണ്ണു കീഴടക്കൽ കൊണ്ട് ഒരിക്കലും ഒരാളും ജയിക്കില്ല. ഇസ്ലാമിക സമൂഹത്തിൽ എപ്പോഴും മണ്ണു കീഴടക്കലുകൾ നടന്നപ്പോഴൊക്കെ അതീവ ശക്തമായി തിരിച്ചടികൾ ആർക്കു നേരിട്ടിരുന്നു? യൂറോപ്പിന്, പാശ്ചാത്യ ലോകത്തിന് നേരിട്ടിരുന്നു. പക്ഷെ അവരൊരു കാര്യം തീരുമാനിച്ചു, ഇവരുടെ മണ്ണല്ല കീഴടക്കേണ്ടത്, മറിച്ച് എന്താണ് കീഴടക്കേണ്ടത്? മനസ്സാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ
അന്നത്തെ പ്രധാനമന്ത്രി ഗ്ലാഡ്സൺ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, നാം മുസ്ലിം രാജ്യങ്ങളെ കീഴടക്കണം. അതിനെന്താ പോംവഴി? പലരും പല അഭിപ്രായം പറഞ്ഞു. അവസാനം ഗ്ലാഡ്സൺ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഖുർആൻ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഗ്രന്ഥം അവരുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, അവരുടെ സംസ്കാരത്തെ നിയന്ത്രിക്കുന്ന ഈ ഗ്രന്ഥം അവരുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ നമുക്കാവുമെങ്കിൽ അവരെ ജയിക്കാം. അതാണ് ഇന്ന് നടക്കുന്നത്. നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സു ആരുടെ അടിമയാകുന്നില്ല? അള്ളാഹുവിന്റെ അടിമയാകില്ല. അവിടെയാണ് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ജീവിതത്തിൽ ഒരു സമരം ചെയ്യുക. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ഏത് ജിഹാദാണത്? എന്റെ കാര്യം തീരുമാനിക്കേണ്ടത് എന്റെ റബ്ബാണ് എന്ന് നിശ്ചയിക്കുക. എന്റെ ജീവിതം നിശ്ചയിക്കേണ്ടത് എന്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തീരുമാനിക്കുക. അങ്ങനെ വരുമ്പോ നമ്മളെ പേടിക്കും ആരും പേടിക്കും. അങ്ങനെ വരുമ്പോ നമുക്ക് അതിനുവേണ്ടി പ്രതിഷേധവും അഗ്നിയും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സ്വയം തീരുമാനിച്ചാൽ മതി. അള്ളാഹുവിന്റെ റസൂലിനോട് എതിരായവനെയും അതുപോലെ പഠിപ്പിക്കാം. ഇന്നിപ്പോ ആരെന്ന മാതൃഭൂമി പത്രം വായിച്ചവരുള്ളത്? നിർത്തിയോ? നിർത്തൂലേ? നിർത്തണം, പഠിപ്പിക്കണം. അഷ്റഫുൽ ഖൽക്കിനെതിരായി പറഞ്ഞവനെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? നമ്മുടെ ജനാധിപത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും മര്യാദയിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം. ഇനിമേൽ ഞാൻ മാതൃഭൂമി പത്രം വരുത്തൂലാൻ തന്നെ തീരുമാനിക്കണം. കാരണം അതൊരു അറിഞ്ഞു തന്നെ ചെയ്ത ഒരു ഏർപ്പാട് തന്നെയാണ്. അല്ലെങ്കിൽ തൃശ്ശൂര് നടന്നത് പിന്നെ പിറ്റേ ദിവസം കോഴിക്കോടും നടക്കണമെങ്കിൽ അറിയാതെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു പത്രമല്ലല്ലോ മാതൃഭൂമി പത്രം. അപ്പൊ അത് നടന്നത് ഏതോ ഒരു കുറെ ദ്രോഹികൾ അതിനകത്തുണ്ട്. അവനൊക്കെ പുറത്തു പോകട്ടെ, അത് പോകുന്നവരെയും അങ്ങനെ തിരിച്ചു മാറിയെന്ന് ഒരു കഅബയുടെ ഫോട്ടോ കൊണ്ടല്ല തെളിയിക്കേണ്ടത് മാതൃഭൂമി, അവന്റെ നിലപാട് കൊണ്ട് തെളിയിക്കണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉംറയുടെ വലിയൊരു ഫോട്ടോ, ഉംറ പ്രത്യേകമായിട്ട് കഅബത്ത് ഷരീഫിൽ നടക്കണ പോലെ ഉണ്ട്. ഇതൊക്കെ പറ്റിക്കാനല്ലേ ഈ ഉമ്മത്തിനെ പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ക്ഷമക്ക് വേണ്ടി മാപ്പ് തന്നാൽ നമുക്ക് മാന്യതയുടെ പേരിൽ അത് സ്വീകരിക്കാതെ തരമില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം വ്യക്തിപരമായുള്ള എന്റെ പ്രതിഷേധം മാറുന്നില്ല. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം അവനവൻ സ്വയം പ്രതിഷേധിക്കുക. മേലിൽ മാതൃഭൂമിയുടെ ചാനലും മാതൃഭൂമിയുടെ പത്രവും മാതൃഭൂമിയുടെ ഒരൊറ്റ പ്രസിദ്ധീകരണവും അതിലെ കൊച്ചുകുട്ടികൾ മുതൽ അതിന്റെ മുകളിലേക്ക് എന്ത് സാധനമാണെങ്കിലും, ഗ്രഹഭൂമിയായാലും ശരി, ലക്ഷ്മിയായാലും ശരി, എന്തായാലും ശരി, ഒക്കെ മാറ്റിവെക്കുക. സകലതും മാറ്റിവെക്കുക. ഇനിമേൽ ആ പ്രസിദ്ധീകരണങ്ങളൊന്നും ഞാൻ തൊടൂല. എന്തേ തൊടാത്തത്? എന്റെ ഹബീബ് എന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ കനലായി കത്തുന്നെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി തൊടൂല എന്ന് തീരുമാനിക്കുക. എന്താ തീരുമാനിക്കല്ലേ? കാരണം സ്വന്തം പിതാവിന്റെ ശിരസ്സെടുത്ത് പോന്നപ്പോ സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിക്കാതെ നിന്നപ്പോഴും ഖുർആൻ പറഞ്ഞു, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂല. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഏറ്റുമുട്ടിയവനോട് സ്നേഹം കാണിക്കാൻ അവർക്ക് കഴിയില്ല. നിലപാട് മാറട്ടെ, മാറിയെന്ന് തെളിയിക്കട്ടെ. നാം ഇത് എല്ലാ കാലത്തേക്കും പറയല്ല, നിലപാടുകൾ മാറ്റട്ടെ. ശരീഅത്ത് വിവാദം ഉണ്ടായപ്പോഴും നമ്മളത് കണ്ടതാണ്. കേരളത്തിന്റെ ചിത്രം കാർട്ടൂണാക്കിയിട്ട് അതിൽ പർദ്ദ ഇട്ടിച്ചിട്ട് ഇതാ കേരളം കറുക്കുന്നു എന്ന് പറഞ്ഞു. കേരളം കറുത്തത് അതുകൊണ്ടൊന്നുമല്ല, അസഹിഷ്ണുതകൾ പെരുത്തത് പലപ്പോഴും മാതൃഭൂമിയെ കൊണ്ടാണ്. അല്ലാതെ മുസ്ലിം സമൂഹത്തിൽ ഒരു പെണ്ണ് പർദ്ദ ഇട്ടത് കൊണ്ട് എവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പർദ്ദ ഇടണമെന്നത് അവന്റെ അല്ലെങ്കിൽ അവളുടെ സ്വന്തം മതത്തിന്റെയും ആചാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതിന്റെ മേൽ കൈകടത്തേണ്ട ഒരാവശ്യവും ആർക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് വിഷയത്തിലും ഈ ഒരു തീരുമാനം ഉണ്ടാക്കുക. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആരാകണം? അള്ളാഹുവും അവന്റെ റസൂലുമാകണം. എന്റെ വസ്ത്രം, എന്റെ ജീവിതം അത് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും സമർപ്പിക്കണം. അള്ളാഹു ഇതിന് തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഫത്ബുത്തു, നിങ്ങൾ സ്ഥിരപ്പെടുക, വദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ദിക്റ് ചെയ്യുക. എത്രത്തോളം? കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ ഒറ്റ മാനദണ്ഡേ ഉള്ളൂ. അതേതാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും പടച്ചറബിലുള്ള ഓർമ്മയും ഉണ്ടാകലാണ്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങളെ വിജയിക്കും. വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും വസ്ബിറൂ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സുബ്ഹാനല്ലാഹ്. അത്തിഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ വഴിപ്പെടുക, നിങ്ങൾ അവർ രണ്ടുപേരെയും അനുസരിക്കുക. വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കാതിരിക്കുക, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലാകാതിരിക്കുക.
അങ്ങനെ വന്നാൽ ഫതഫ്ശലു, അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾക്ക് ഭീരുത്തുണ്ടാവും. നിങ്ങൾക്ക് ഭീരുത്തുണ്ടായാലോ വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ ഗ്യാസ് പോവും. കൃത്യ ഒരു നാടൻ ഭാഷയാണ്. വതദ്ഹബ റീഹുക്കും. റീഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും പവറാണല്ലോ അല്ലെ? കാറ്റൊരു പവറാണ് അല്ലെ? അള്ളാഹു കാറ്റിനെ കുറിച്ച് പലയിടത്തും പറഞ്ഞു. ഒന്ന്, കാറ്റ് ബുഷ്റയാണ്, സന്തോഷാണ്, നിങ്ങൾക്ക് സന്തോഷാണ്. അതുപോലെ തന്നെ ഭൂമിയിലെ ഏതിനും സന്തോഷാണ്. അല്ലെങ്കിലും ഈ പരാഗണം നടത്തുന്നു ഈ കാറ്റുകളെന്ന് ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇതൊക്കെ പറയാൻ പരാഗണം എന്ന് പറയുന്നതിന്, അതായത് ഈ സസ്യങ്ങളിൽ നടക്കുന്ന പരാഗണത്തിന് ഇങ്ങനെ കാറ്റിന്റെ ഒരു മാധ്യമമുണ്ട് എന്ന് പറയാൻ എത്ര നൂറ്റാണ്ട് മുമ്പാണ് റസൂലുള്ളാഹിയുടെ നാവിൽ അത് വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ വിഷയങ്ങളെ കുറിച്ച് ശാസ്ത്രലോകം അന്വേഷിച്ചത്. അതൊക്കെ മുമ്പേ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു ബുഷ്റയാണ് കാറ്റ്, കാറ്റൊരു സന്തോഷമാണ്. അല്ല, കാറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ സമയം പോലും നമുക്ക് ഇവിടെ ഇരിക്കാനാവില്ല അല്ലെ? അതായത് അതിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വലിയ അപാരമായ സൗഭാഗ്യമാണ്. ഇതൊരു കനം തൂങ്ങിയ ഒരു വസ്തു ആയിരുന്നെങ്കിലോ വലിച്ചിട്ട് കിട്ടൂല, ഇങ്ങോട്ടും പോരൂല, അടക്കൂലേ? ഇടക്കൊന്ന് ഐസായി പോകണാണ് കാറ്റെങ്കിലോ, ഒന്ന് ഐസായി പോകണാണ് കാറ്റെങ്കിൽ വലിച്ച കിട്ടോ? പിന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തീരില്ല എല്ലാ ഏർപ്പാടും. എന്തൊരു സംഭവമാണ് ഇതിലെ കാറ്റാണ്. അപ്പോ എന്തൊരു സംഭവം നോക്കി നിങ്ങൾ. ബുഷ്റ ബൈന യദൈ റഹ്മതി, എന്നിട്ട് പറഞ്ഞ എങ്ങനെയാണ്? കാരുണ്യവാനായ തമ്പുരാന്റെ കാരുണ്യത്തിന്റെ രണ്ടു ചിറകുകൾക്കിടയിലൂടെ കാറ്റ് വരുന്നു. അത്രയും വലിപ്പമുണ്ട് കാറ്റിന്. ആ കാറ്റ് ശക്തിയുടേതാണ്. ആ കാറ്റ് പിന്നെ റിയാഹ് എന്നാണ് പലപ്പോഴും ഉപയോഗിച്ചത്. റിയാഹുകൾ സൗഭാഗ്യകരമായ കാറ്റുകളാണ്. ചിലപ്പോൾ റീഹ് ഉപയോഗിക്കുമ്പോൾ പവർ കൂടുതൽ കാണിക്കുന്ന കാറ്റാണ്. ആ പവർ കൂടുതൽ കാണിക്കുന്ന കാറ്റുകളെയാണ് പലപ്പോഴും അല്ലാഹു റീഹൻ സർസറൻ എന്ന് പറഞ്ഞു. അതേത് കാറ്റാണ്? ആ കാറ്റ് വന്നിട്ടാണ് ഒരു സമൂഹം മുഴുവനും നശിച്ചത്. മനസ്സിലായോ? കാറ്റുകളിൽ അള്ളാഹു അദാബുകൾ ഇറക്കാറുണ്ട്. അതിനാണ് കാറ്റ്. റീഹ് എന്ന പ്രയോഗം പലപ്പോഴും ഖുർആൻ കൂടുതൽ ഉപയോഗിച്ചത് അദാബിനാണ്. റിയാഹ് എന്ന പ്രയോഗം കൂടുതൽ അള്ളാഹു ഉപയോഗിച്ചതോ പിന്നെ കാറ്റുകൾ എന്ന പ്രയോഗം അള്ളാഹു ഉപയോഗിച്ചതും കൂടുതലും സന്തോഷകരമായ കാറ്റ്. നിങ്ങളുടെ പവറിന് എന്താവും? അങ്ങ് പോവും. അവിടെ കാറ്റ് പോയി എന്ന് പറയാറില്ലേ? നാടൻ ഭാഷയിൽ സാധാരണ തൃശ്ശൂരുകാർ പറയും അല്ലേ? ചിലയിടത്തൊക്കെ പറയും അല്ലേ, ആ അവന്റെ കാറ്റ് പോയി എന്ന് പറയും അല്ലേ? തൃശ്ശൂരുകാർ അങ്ങനെയല്ല പറയാമെന്നു. ഡാ ജോസേട്ടൻ പടായി എന്ന് പറയില്ലേ? പടായി എന്ന് പറയില്ലേ? പക്ഷെ അതായത് എന്തായാലും ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് എന്ന് പറയാവുന്ന വിധം ഒരു നാടൻ ഭാഷ പോലെയാണ് അള്ളാഹു പറഞ്ഞിരുന്നു. നിങ്ങളുടെ പവർ നശിച്ചു. ഇനി അവിടെ ഒരു വർത്താനം പറയാനില്ല. നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലാവുകയും നിങ്ങൾ പരസ്പരം തമ്മിലടിക്കുകയും ചെയ്താൽ ഫതഫ്ശലു, നിങ്ങൾ ഭീരുക്കളാവും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ റീഹ പോവും. അപ്പൊ അഭിപ്രായ വ്യത്യാസം എവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഇത്തിബാ ഇല്ലാത്തടത്ത് നിന്നാണ് തുടങ്ങുന്നത്. അത് നിങ്ങൾ ശരിക്കും പഠിക്കണേ. ഇത്തിബാ ഇല്ലാത്ത, ഞാൻ ആവർത്തിച്ച് പറയുന്നു, എവിടെ തുടർച്ചകൾ നഷ്ടപ്പെട്ടോടത്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക. തുടർച്ചയുണ്ടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അഭിപ്രായ വ്യത്യാസം തുടർച്ചകളിൽ നിന്ന് വ്യതിരിക്താവുമ്പോഴാണ്. സ്വഹാബാക്കളിൽ, അതായത് റസൂലിൽ, പിന്നെ സ്വഹാബാക്കളിൽ വന്നപ്പോ, പിന്നീട് ഖുലഫാഉകൾ വന്നപ്പോൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും അലി ഇബ്നു അബി താലിബ് തങ്ങളുടെയും കാലം വന്നപ്പോ ഇവർ രണ്ടുപേരെയും തുടരാതെ പോയവരാണ് തുടക്കക്കാർ അഭിപ്രായ വ്യത്യാസത്തിന്റെ. അവരാണ് ഖവാരിജുകൾ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖവാരിജുകൾ വന്നു. അവർ പറഞ്ഞതൊന്നും പിന്നെ ശരിയാ അല്ലെന്ന് പറയാനാവൂല. അതാണ് നമ്മുടെ ഇടയില് ഈ പുതിയ വാദങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളും നോക്കൂ നിങ്ങൾ. അവര് പറഞ്ഞ അത്രയും കൃത്യമായിട്ട് ആരും പറയേണ്ടവരോ തോന്നും. അവരർത്ഥം വെക്കുമ്പോൾ അതും കറക്റ്റാണ്. അപ്പൊ അതൊന്നും അല്ല പ്രശ്നം. അപ്പൊ ടെക്സ്റ്റൽ അല്ല ഇസ്ലാം എന്നും കൂടി നാം മനസ്സിലാക്കണം. ടെക്സ്റ്റൽ മാത്രമായാൽ ഇസ്ലാം അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു നിൽക്കും. അത് സമൂഹത്തിൽ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാക്കും. മറിച്ച് എന്ത് വേണം? ഇത്തിബാവ് കൂടി വേണം. ഏത് ഇത്തിബാവ്? തുടരേണ്ടവരെ തുടരണം. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഹുക്മ് അധികാരമില്ല എന്ന് പറഞ്ഞവരാണ്. ഖുർആൻ തന്നെയാണത്. ഖവാരിജുകൾ അങ്ങനെയായിരുന്നു മുദ്രാവാക്യം നോക്കിയത്. ആ മുദ്രാവാക്യാണ് പിന്നീട് 945 ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തത്. അധികാരം അള്ളാഹുവിന്, അനുസരണം അള്ളാഹുവിനോട് മാത്രം. ഇവിടെ ഇത്താഅത്ത് അള്ളാഹുവിനോട് മാത്രം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇത്താഅത്ത് ചിലപ്പോ ആനുപാതികമായി വരാം. അള്ളാഹുവിനോടാണ്,
അവന്റെ റസൂലിനോടാണ്, മാതാപിതാക്കളോടാണ്, അവിടെയൊക്കെ ഉണ്ട് അനുസരണം. ആ അനുസരണം പിന്നെ ഉലുൽ അംറിനോടാണ്. ഉലുൽ അംർ അത്തിയുല്ലാഹ വ റസൂലഹു വ ഉലുൽ അംരി മിൻകും. നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംർ ഉണ്ട്. ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ആരാ? ഭരണാധികാരികളാണ്. അപ്പൊ പക്ഷെ അതിലെല്ലാം വഴങ്ങണമെങ്കിൽ ആരുണ്ടാകണം മുമ്പിൽ? അള്ളാഹു അവന്റെ റസൂൽ ഉണ്ടാവണം. അതായത് അള്ളാഹുവിനും അവന്റെ റസൂലിനും തൃപ്തികരമാണെങ്കിൽ ആ തൃപ്തിയുള്ളിടത്തോളം കാലം വഴങ്ങണം. റസൂൽ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ അക്രമകാരികളായ ഭരണാധികാരികൾ വരെ വരും. അപ്പോൾ ഇന്ന് സ്വഹാബത്ത് ചോദിച്ചു, അവർക്കെതിരെ നിങ്ങൾ നീങ്ങണ്ടേ? ഞങ്ങൾ. അപ്പൊ റസൂൽ പറഞ്ഞു, അവർ നമസ്കാരത്തിലും മറ്റു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആരെ വഴിപ്പെട്ടോളണം? അവരെ. കാരണം എന്താ? വഴിപ്പെടൽ ഇല്ലാതെ പോയാൽ അതും മതി ഛിദ്രതകൾ കൂട്ടാൻ. ഇവിടെ എന്തൊക്കെ വിപ്ലവം ഉണ്ടായി? മുല്ലപ്പൂവോ റോസാപ്പൂവോ ധവള, അങ്ങനെ ആകെ വിപ്ലവത്തിന്റെ കാലം ഉണ്ടായില്ലേ? മുല്ലപ്പൂ വിപ്ലവം വന്നപ്പോ ചിലരൊക്കെ പറഞ്ഞിരുന്നു, ദാ ഇസ്ലാം ഇങ്ങനെ പുതിയ ഭാവവും താളവുമായി വരാൻ പോകാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു. കോഴിക്കോട്ട് ഒരു സഹോദരൻ പ്രസംഗിച്ചു, ഈ തലേക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാരൊന്നും അത് നോക്കണില്ല, എല്ലാവർക്കും പിടിക്കാനുള്ള തലേക്കെട്ടുകാരെയാണ്. തലേക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാരൊന്നും നോക്കണില്ല, ഇപ്പോഴാ ഈജിപ്തിൽ ഒരു പുതിയ വിപ്ലവം വരാൻ പോകുന്നു. ഞാൻ പിറ്റേ വെള്ളിയാഴ്ച ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞു ഈ മുല്ലപ്പൂ അവസാനം ഈ മധ്യേഷ്യയിലെ പുതിയ പിത്തനക്ക് കാരണവും. അതുണ്ടായി. ഞാൻ പ്രവചിച്ചുകൊണ്ട് ശരിയായി എന്നല്ല ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞു, അന്ന് പറഞ്ഞയാള് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടീമിന്റെ അമീറാണ്. അത് പറഞ്ഞപ്പോ അതിന് തിരുത്തി ഞാൻ പറഞ്ഞത് പിറ്റേ വെള്ളിയാഴ്ച തന്നെ, മുല്ലപ്പൂ വിപ്ലവം അപകടകരമായ പുതിയ പ്രവണതയാണ്. എന്താ കാരണം വെച്ചാൽ, മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ ബ്രദർഹുഡാണ് ഈജിപ്തിലെ നടത്തിയത്. ഈജിപ്ത് ഇപ്പൊ രക്ഷപ്പെട്ടു എന്നാണ് അവർ മനസ്സിലാക്കിയത്. അതോടെ ലോകാകെ ആ വിപ്ലവം നടന്നു എന്നാണ് മനസ്സിലാക്കിയത്. സത്യത്തിൽ ഉണ്ടായത് എന്താ വെച്ചാൽ, മധ്യേഷ്യയിലെ മുഴുവൻ രാജാക്കന്മാർക്കു നേരെയും സാമ്രാജ്യത്വം കൃത്യമായി പ്ലാൻ ചെയ്ത് തുടങ്ങി. ഇന്ന് മധ്യേഷ്യ തകർന്നു തരിപ്പണായി അല്ലേ? സിറിയ തകർന്നു, പിന്നെ ലിബിയ തകർന്നു. ഇവിടെയൊക്കെ നിലനിന്നിരുന്ന സമാധാനം പോലും ഇല്ലാതായി. നിലനിന്നിരുന്ന സമാധാനം ഇത് ശരിയാണെന്നല്ല, മനസ്സിലായോ? അതായത് അവിടെ നിന്നിരുന്ന രാജാക്കന്മാരുടെ ഭരണരീതികൾ ശരിയാണെന്നല്ല. റസൂലുള്ള തന്നെ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് വരും, വന്നാലും നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. എന്തേ കാരണം? ഇല്ലെങ്കിൽ കുഴപ്പങ്ങൾ കൂടും. മനസ്സിലായോ? അപ്പോ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, പൊതു ഉമ്മത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയുക എന്നത് പ്രധാനമാണ്. അലി ഇബ്നു അബീ താലിബിനെ അനുസരിക്കാതെ പോയി ആര്? ഖവാരിജുകൾ. ഖവാരിജുകൾ പറഞ്ഞ മുദ്രാവാക്യം എത്രയാണ്? കറക്റ്റാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി, അള്ളാഹുവിനല്ലാതെ അധികാരമല്ലല്ലോ. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇവർ പറയണത് ശരിയാണ്, പക്ഷേ ഇവരുടെ ഉദ്ദേശം വേറെയാണ്. ആണ് പ്രശ്നം. കലിമത്തു ഹഖ്ഖിൻ യുറാദു ബിഹൽ ബാത്തിലു എന്നാ പറഞ്ഞത്. സത്യമാണ് ഈ വാക്ക്, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? യുറാദു ബിഹൽ ബാത്തിലു, ബാത്തിലാണ് ഉദ്ദേശം. കുഴപ്പമുണ്ടാക്കലാണ് ഒരു ലക്ഷ്യം. പക്ഷെ അവർ പറയുന്നതൊക്കെ ശരിയാണ്. അവരന്ന് രാത്രിയൊക്കെ നിസ്കരിച്ചതും അവരുടെ തഹജ്ജുദും അവരുടെ നമസ്കാരവും ഖുർആനൊത്തും കണ്ടാൽ സ്വഹാബാക്കൾ പോലും അത്ഭുതപ്പെട്ടുപോയി എന്നാണ്. അതും റസൂല് പറഞ്ഞതാണ്. വലിയ താടിയും തലമുണ്ടനം ചെയ്തും ഒക്കെ ഒരു ടീം വരും. അവർ ഓതന ഘട്ടം നിങ്ങൾക്ക് വല്ലാതെ തോന്നും, പക്ഷെ അവരുടെ ഈ തൊണ്ടയുടെ താഴോട്ട് എന്തുണ്ടാവില്ല, അതറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോ ഏത് ശരിയിലാണ് നമ്മൾ നിൽക്കേണ്ടി വരിക എന്നൊരു വിഷയം വരും അല്ലെ? ഒറ്റ ശരിയുള്ളൂ, ഞാനും എന്റെ സ്വഹാബാക്കളും എവിടെയായിരുന്നു അവിടെ നിൽക്കണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്റെ ഖലീഫമാരുടെ പിന്നാലെ കൂടണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ. ഖലീഫമാരുടെ പിന്നിൽ നിന്ന് തന്നെ പോകുന്നവരാരാണോ അവരെയാണ് സ്വീകരിക്കേണ്ടത്. കാരണം ഇത്തിബായിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുത്തു ഈ മതം. ഇബ്രാഹിം നബീനെ തുടരാൻ പറഞ്ഞു അല്ലെ, റസൂലുള്ളാഹിനെ തുടരാൻ പറഞ്ഞു, സ്വഹാബാക്കളെ തുടരാൻ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ തുടരാൻ പറഞ്ഞു, ഈ ഖലീഫമാരെ തുടരാൻ പറഞ്ഞു, സ്വഹാബത്തിന് ശേഷം താബീങ്ങളെ തുടരാൻ പറഞ്ഞു, താബീങ്ങൾക്ക് ശേഷം താബീങ്ങളെ തുടരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പോന്നു വരുന്ന ഒരിക്കലും പഴക്കാത്ത മാർഗത്തിലെ മഹാന്മാരുമായുള്ള ബന്ധം തന്നെയാണ് ശരിക്കും ശരി. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ തർബിയത്തും ശരിയാവുക. കാരണം അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ ദിക്റും അവരുടെ മജ്ലിസും അവരോടുള്ള ബന്ധവും നിലനിർത്തണം. അപ്പോ എന്തുണ്ടാവും? തന്നെ ഇപ്പോ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് കുറച്ചേരം ഇരിക്കുക, അപ്പൊ ഉണ്ടാവും അറിയാതെ നമുക്കൊരു തരം ഒരു ചിന്ത വരും, പർസോനെ എന്തൊരു മനുഷ്യനാണിത്. ഈ കാലത്തും ഈ പ്രളയം ഇങ്ങനെ നിരന്തരം നടക്കുമ്പോഴും ലോകമാകെ സകലമാന അധാർമികതയുടെ പ്രളയം നടക്കുമ്പോഴും ഇതൊന്നും ബാധിക്കാത്ത വിധം ശുദ്ധമായ മനസ്സോടെ മനുഷ്യൻ ജീവിക്കുന്നു. സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ലോ, സൗകര്യങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാവിധവും ഉണ്ട്, പക്ഷെ അങ്ങനെ ജീവിക്കുന്നു. സുന്നത്തും നിരന്തരം ദിക്റും, എവിടെ യാത്ര ചെയ്താലും ദിക്റ് തന്നെ, എവിടെ ഇരുന്നാലും ദിക്റ് തന്നെ. അപ്പൊ നമ്മൾ സ്വയം ആലോചിക്കും, ഇതാണ് ശരി. അപ്പൊ അങ്ങനെയാണ്, അതാണ് ഇത്തിബാ എന്ന് പറഞ്ഞത്. ഒരു വെളിച്ചമുള്ള മനുഷ്യനെ കാണുക, ആ മനുഷ്യന്റെ പിന്നിൽ
കൂടുക. മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് ഇത്തിബാ. നമ്മൾ വെളിച്ചം ഇവിടെ ഉണ്ട്, പക്ഷെ മോളിൽ പോയി വിളിച്ചു നോക്കും. അപ്പോ ഭയങ്കര പവർ ഹൗസാണത്. അമ്മ തൊട്ടെന്തുണ്ടാവും? പൊട്ടിത്തെറിക്കും. അതിന് പകരം ആ വെളിച്ചം ഇങ്ങനെ കുറച്ച് കുറച്ച് വന്നിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ഇതിലൂടെ ഇങ്ങനെ പതുക്കെ പതുക്കാണ് പോവുകയാണെങ്കിൽ എന്താവും? അവിടെ എത്തിപ്പെടാൻ പറ്റും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ചിലപ്പോഴൊക്കെ ചിലര് ചെയ്യുന്നത് ഈ ഇത്തിബായിന്റെ ഈ സരണിയെ മുഴുവൻ മാറ്റി വെക്കും. എന്നിട്ട് ഏറ്റവും അങ്ങേറ്റത്തെ റസൂലുള്ളാഹിനെ പിടിക്കാൻ പോകും. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ പിടുത്തം കിട്ടൂല. നേരെ പോയി സൂര്യനെ പിടിക്കാൻ നോക്കിയാൽ പിടുത്തം കിട്ടൂല. മറിച്ച് ഇങ്ങനെ പോകണം. അങ്ങനെ പോകുമ്പോ നമുക്ക് ആ പിടുത്തം ശരിക്ക് കിട്ടും. അവരാരും വ്യതിചരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് നേരെ കിട്ടും. അപ്പൊ അത് വേണ്ടത് ഈ തുടർച്ച കൃത്യാവലാണ്. അത് ശരിയാവുക എന്നുള്ളതാണ് ഈ തർബിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനം. അള്ളാഹു ശരിയാക്കി തരട്ടെ. അതും ഫദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസു. അഭിപ്രായ വ്യത്യാസത്തിൽ പോകണ്ട. അപ്പൊ ഒരു ചോദ്യം വരാം നിങ്ങൾക്ക് ഉള്ളിൽ, അതായത് മദ്ഹബുകളല്ലേ അഭിപ്രായ വ്യത്യാസം ലോകത്ത് ആദ്യം തുടങ്ങിയത്? അല്ല, 100% അല്ല. നമ്മൾ വെറുതെ ചരിത്രത്തെ മറ്റൊരു തരത്തിൽ വായിക്കുകയാണ്. അവരെന്താ ചെയ്തത്? അഭിപ്രായ വ്യത്യാസങ്ങളെ ഒതുക്കുകയായിരുന്നു. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഞാൻ പറയാണ്, എനിക്കൊരു ഖുർആനും ഒരു ഹദീസും ഉണ്ട്, ഇതും വെച്ച് ഞാനിങ്ങനെ എന്റെ മസല നോക്കിക്കോളാം, ഞാൻ വേറെ ആരെയും തുടരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളായില്ലേ? നിങ്ങളും അങ്ങനെ തന്നെ പറയണ്ടേ? നിങ്ങളും പറയണം എന്റെ കയ്യിൽ ഞാൻ ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറിയും പിന്നെ ഒരു അറബിക് ഡിക്ഷണറിയും ഒരുമിച്ച് വാങ്ങിയിട്ടുണ്ട്, കൂടെ ഖുർആന്റെ ഒരു മലയാള പതിപ്പും അതിന്റെ ഒരു ട്രാൻസ്ലേഷനും ഒക്കെ കയ്യിലുണ്ട്. അത് വെച്ച് ഞാൻ അങ്ങനെ നോക്കി നോക്കട്ടെ എവിടെ എത്തുന്നറിയാം. എവിടെ എത്തുന്ന എനിക്കിപ്പോ തന്നെ പറയാനറിയാം, പോട്ടെ. പക്ഷെ എന്നാലും അങ്ങനെ ഒരാൾ അങ്ങനെയാണ് ചിന്തിക്കുക. അപ്പോ ഈ ഇരിക്കണ എല്ലാവരും വ്യത്യസ്ത അഭിപ്രായക്കാരായോ? നിങ്ങൾക്ക് ആരെയും തുടരാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഒരാളുടെ കയ്യിൽ അവലംബമായി പിടിക്കാൻ തയ്യാറാകാതെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തീരുമാനിച്ചാൽ, അതായിരുന്നല്ലോ ഇവർ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെയും തുടരൂ. എന്താ അള്ളാഹു റസൂൽ എന്ന് പറഞ്ഞാൽ? ഖുർആനും ഹദീസും. അതല്ലേ ഇപ്പൊ നമ്മുടെ മുമ്പിൽ അള്ളാഹു റസൂലും. അപ്പൊ ഖുർആനും ഹദീസും ഇങ്ങനെ തുറന്നു വെച്ചിങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കാം എന്തുണ്ടാവുക. ഞാൻ ഒരഭിപ്രായം പറയും, നിങ്ങൾ വേറൊരു അഭിപ്രായം പറയും, അവിടേക്കാണ് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. അതല്ല, ഖുർആനും ഹദീസിനെയും കൃത്യമായി വ്യാഖ്യാനിക്കുകയും എന്നിട്ട് അതിനെ തർത്തീബാക്കുകയും ചെയ്ത ഒരു മഹാനായ മദ്ഹബിന്റെ ഇമാമിനെ തുടരുക. കൃത്യമായി നമ്മളെല്ലാം ഒറ്റ മദ്ഹബാവും. ഇത്രയും പേരെങ്കിലും ഒറ്റ മദ്ഹബാവൂലേ അവിടെ? അല്ലെ? അങ്ങനെയെങ്കിൽ ലോകത്ത് അങ്ങനെ പറയാനും ചെയ്യാനും ശേഷിയുള്ള എത്ര പേരുണ്ടാവും? ലോകത്തെ ശേഷം വന്നവരും അക്കാലത്ത് ജീവിച്ചവരും എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ഇത് 4 മദ്ഹബിൽ ഒതുങ്ങും. കാരണം അതിലേറെ പോകാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെയും മദ്ഹബുകളുണ്ട്. മഹാനായ സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു മഹാനവകൾക്ക് ഒരു മദ്ഹബ് ഉണ്ടായിരുന്നു. ഒരുപാട് മദ്ഹബുകളുണ്ട്. പക്ഷെ മദ്ഹബുകളൊക്കെ അവസാനം എവിടെ ഒതുങ്ങി? 4ലേക്ക് ഒതുങ്ങി. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയോ അതോ അഭിപ്രായ വ്യത്യാസം ഇല്ലാണ്ടായോ? കാരണം അല്ലെങ്കിൽ മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർ പ്രാമാണികരായ ഒരുപാട് പണ്ഡിതന്മാർ അവരൊക്കെ മദ്ഹബുകൾ പലതും പറഞ്ഞിരുന്നു, ഇന്നതാണ് ഇന്ന മദ്ഹബ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവസാനം അവരെല്ലാവരും ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതൊന്നും എങ്ങോട്ടൊക്കെ ഇല്ല. ഷാഫി മദ്ഹബിനൊക്കെ ഉള്ള, ഹനഫി മദ്ഹബിനൊക്കെ ഉള്ള. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരൊക്കെ സുല്ലു പറഞ്ഞു മാറി. ഇത് നമ്മളപ്പോ എന്ത് ചെയ്യണത്? മത്സരിക്കാൻ പോണത് ആര്? റസാലിമാമും റാസിമാമും ഒക്കെ പോയെടുത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? മത്സരിക്കാൻ പോണത്. വലിയ വിഡിത്തല്ലേ അത്? അപ്പൊ എന്തേ ആലോചിക്കേണ്ടത്? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോയിരുന്ന അത്തരമൊരു ചരിത്ര പശ്ചാത്തലത്തിലെ ഒരു മഹാദൗത്യം ആരേറ്റെടുത്തു? മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഏറ്റെടുത്തു. അവരെന്ത് ചെയ്തു? അവർ ഖുർആനെയും ഹദീസിനെയും സ്വഹാബത്തിന്റെ ചരിത്രത്തെയും സാഹചര്യങ്ങളുടെ തെളിവുകളെയും അവലംബിച്ച് കൃത്യമായി ഒരു സയന്റിഫിക് മെത്തേഡ് ആദ്യം രൂപീകരിച്ചു. അത് ഫിഖ്ഹും അതുപോലെ തന്നെ വിശ്വാസത്തിനും ഉണ്ടാകണം തന്നെ. അപ്പോ ആദ്യം ഒരു സയന്റിഫിക് മെത്തേഡ് രൂപീകരിച്ചു. നിങ്ങളൊരു മെത്തഡോളജിയെ കുറിച്ച് എപ്പോഴാണ് പഠിച്ചത്? ഇല്ല, അല്ല, അഖീദക്ക് വേണ്ടിയും മദ്ഹബ് ഉണ്ടായിന്നറിയാം. അഖീദയെയും അതുപോലെ തന്നെ സംശീകരിച്ചു. ഇമാം മാതുരിദിയും ഇമാം അബുൽ ഹസൻ അശ്അരിയും 2 മദ്ഹബുകളെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. രണ്ടും കുഴപ്പമില്ലാത്ത ശരിയായ 2 മദ്ഹബുകളാണ്. മറിച്ച് മുഅ്തസിലത്ത് എന്ന് പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി വന്നു. മനസ്സിലായില്ലേ? അപ്പോ ഇതല്ലാതെ ഈ 4 മദ്ഹബിലേക്ക് കൃത്യമാക്കി കാര്യങ്ങളെ കൊണ്ടുവന്നു. അതിന് അവരൊരു മെത്തഡോളജി ഉണ്ടാക്കി. നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോണ കുട്ടികൾക്കറിയാം എന്ത് വേണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു തിസീസ് അവതരിപ്പിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു മെത്തഡോളജി വേണം. അതിനാണ് എംഫിൽ ചെയ്യേണ്ടത് മെത്തഡോളജിയാണ്.
അതിന്റെ പഠനം മുഴുവനും മെത്തഡോളജിയാണ്. അതുപോലെ ഒരു സയന്റിഫിക് മെത്തഡോളജി നമുക്ക് തന്നു. ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത് അതാണ്. ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത് നിസ്കരിക്കണതിന്റെ ഷർത്ത് എത്രയാണ്, ഫർള് എത്രയാന്നല്ല പറയണേ, മറിച്ച് അതിന്റെ കർമ്മശാസ്ത്രത്തെ എങ്ങനെ രൂപീകരിക്കണം, അതിൽ ഹറാമ് എന്ന് എന്തിനെ പറയണം, അതിൽ ഹലാല് എന്ന് എന്തിനെ പറയണം, അതിൽ കറാഹത്ത് എന്ന് എന്തിനെ പറയണം, അതിൽ സുന്നത്ത് എന്ന് എന്തിനെ പറയണം. ഇതിനൊരു മെത്തഡോളജി ഉണ്ടാക്കി. നിങ്ങൾക്ക് ഈ മെത്തഡോളജി ഉണ്ടാക്കാൻ പറ്റുമോ? മെത്തഡോളജി ഉണ്ടാക്കാൻ പറ്റുമോ? എന്നിട്ട് വേണ്ട നിങ്ങൾ ഖുർആനും ഹദീസും നോക്കാൻ. മദ്ഹബിന്റെ മുമ്പുള്ള സമൂഹം തന്നെ സ്വഹാബാക്കളാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോ ഒരാൾ എന്ന നിലയിൽ ജീവിക്കുമ്പോൾ ഒരു മെത്തഡോളജിയുടെ ആവശ്യമില്ല. എന്താ കാര്യം? ഒരു മെത്തഡോളജി ഇല്ലാതെ അയാളെ നോക്കിയാൽ മതി, എല്ലാ ഉത്തരവും അവിടെ ഉണ്ട്. മുഹമ്മദ് നബി ജീവിക്കുമ്പോൾ മെത്തഡോളജിയുടെ ആവശ്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബാക്കളുടെയും കാലം, സ്വഹാബാക്കൾ എന്ന് പറയുന്നത് ഓരോരുത്തരും ഇതുപോലെ തന്നെ മുത്തബഉകളാണ്. അസ്ഹാബി കൻജൂം, എല്ലാവരും എന്റെ സ്വഹാബാക്കളൊക്കെ നക്ഷത്ര തുല്യരാണ്. നക്ഷത്രം എന്ന് പറയുന്നത് ആ വെട്ടം കണ്ട് ജീവിക്കേണ്ടവരാണ് മറ്റുള്ളത്. അപ്പൊ ആ വെട്ടങ്ങൾ നിർത്തുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുന്ന ഓരോ സഹാബിക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഈ അഭിപ്രായം അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ കൂടുതൽ രൂക്ഷാകാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് ഇമാം ഷാഫി, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരായത്തിനെ ആ ആയത്ത് ആമ് ഖാസ്, അതായത് അത് വ്യാപകാർത്ഥത്തിൽ വരുന്നതാണോ അതോ അതിനെന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ എന്ന് പറയാൻ ഞങ്ങളുടെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ഇമാം ഷാഫി വന്നപ്പോഴാണ് എന്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത എന്ന് ഞങ്ങൾ പഠിച്ചതെന്നാണ്. അങ്ങനെ വളരെ കലുങ്കുഷമായ ചിന്തയിലേക്ക് ഇമാം ഷാഫി പോയി. നമുക്ക് ഇന്നും അത്ഭുതമാണ് ഇമാം ഷാഫിയുടെ ആ മെത്തഡോളജി. അങ്ങനെ ആ മെത്തഡോളജിയുടെ ബേസ്മെന്റിൽ നിന്നാണ് മദ്ഹബ് ഉണ്ടായത്. അല്ലാതെ അവർ പറഞ്ഞത് പിന്നെ നിസ്കാരത്തിന്റെ ഫർള് 14 എന്നൊന്നുമല്ല. അത് മെത്തഡോളജി, അതാണ് സ്കൂൾ, അതാണ് സിസ്റ്റം. നിങ്ങൾ മാർക്സിസം എന്ന് പറയുമ്പോൾ മാർക്സ് എന്ന് പറയുന്ന ഒരു സ്കൂളാണ്. ആ മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. അവിടെ വ്യാഖ്യാനിച്ചല്ലോ ഇമാം ഷാഫിക്ക് ശേഷം നവവി, ഇമാം ഇബ്നു ഹജർ, സക്കരിയ അൻസാരി, ഇങ്ങനെ നോക്കിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ തലപുകച്ച് ആലോചിച്ചിട്ടുണ്ട്. ഇതിന് ഈ മെത്തഡോളജിയുടെ സിസ്റ്റം തകരാതെ തന്നെ എന്തൊക്കെയാണ് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ, പുതിയ പുതിയ കാലത്ത് വരുന്ന വിഷയങ്ങളിൽ എങ്ങനെ അഭിപ്രായം പറയണം എന്നവർ ചിന്തിച്ചു. ചിലർ പറഞ്ഞു കേട്ട ഇതിങ്ങനെ തത്തമ്മയെ പൂച്ച പൂച്ച പൂച്ചാണ് പഠിച്ചിട്ടുള്ളതാണ്. അല്ല, അങ്ങനെ പഠിക്കാൻ പറ്റില്ല. തത്തമ്മയെ പൂച്ച പൂച്ചാണ് പഠിച്ചാൽ ഒരിക്കലും നടക്കൂല ഈ സാധനം. കാരണം ഞാൻ പറയട്ടെ, ഇപ്പോ നമ്മൾ സാധാരണ ഒരു ദർസ് വിദ്യാർത്ഥി പഠിക്കാൻ നിൽക്കുമ്പോൾ അവനൊരു അവസാനം വരുന്നത് ഈ മെത്തഡോളജി പഠിക്കണം, അതിന്റെ ജൂറിസ്പ്രുഡൻസ് പഠിക്കണം. എന്നിട്ട് അവസാനം അവൻ പിന്നെ തഹസീൽ എടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് തുഹ്ഫ. വെറുതെ നിസ്കാരത്തിന്റെ ഫർളും ചെറുത്തും പറയല്ല, എങ്ങനെ അത് പറയാനായി, എങ്ങനെ അത് രൂപീകരിച്ചു എന്നൊക്കെ കൂടി വിശദീകരിച്ചു പോണ ഒരു ഗ്രന്ഥമാണ്. ഹൈലി ഫിലോസഫിക്കലാണ്. തൊടാൻ തന്നെ പലരും പേടിക്കാറുണ്ട്. ഞാൻ പറയണത് അതൊക്കെ എഴുതിയത് 10 മാസം കൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ ഹൈത്തമി തുഹ്ഫ എന്ന 10 വാള്യങ്ങൾ എഴുതിയത്. 10 മാസം കൊണ്ട് ഒരു 10 പേജ് എഴുതാൻ നമ്മൾ എത്ര വട്ടം ഇരുന്ന് പേടിക്കണം? അതായത് 10 വാള്യവും കേവലം 10 പേജല്ല, മറിച്ച് 500ഉം 300ഉം ഒക്കെ പേജ് വരുന്ന ഈ പുസ്തകം, ഈ ഗ്രന്ഥം, അതില് ശരിക്കും പറഞ്ഞാൽ ഒരു പേജ് മര്യാദക്ക് നോക്കാൻ നമുക്കൊരു മണിക്കൂറെങ്കിലും വേണം മര്യാദക്ക്. ഞാൻ പറഞ്ഞ അതിന്റെ മുഴുവൻ ഉള്ളടക്കവും വിശദീകരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അതിനിങ്ങനെ ജ്വലിച്ചു വരുന്ന ആശയങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പോകാൻ തുടങ്ങിയാൽ വല്ലാത്തൊരു സംഭവമാണ് തുഹ്ഫ. അപ്പൊ കുട്ടികളെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതായത് 10 മാസം കൊണ്ട് അമ്മാതിരി ഒരു ഗ്രന്ഥം എഴുതണമെങ്കിൽ, അല്ല 10 മാസം കൊണ്ട് അയാൾ എന്തോ വിളിച്ചങ്ങൾ എഴുതി, വലിച്ചു പിടിച്ച് എഴുതിയെന്തോ, അങ്ങനെ ആ 10 മാസം കൊണ്ട് എഴുതിയൊരു പുസ്തകം ഇമാതിരി മനുഷ്യന്മാരൊക്കെ നോക്കിയിട്ട് അതിലിരുന്ന് അത്ഭുതപ്പെടുത്തി കുറഞ്ഞ പക്ഷം എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഈ ശേഷം വന്ന തലമുറയിലെ മുഴുവൻ മൂലമാരും ലോകം മട്ടപ്പെടാകട്ടെ. തോന്നില്ല. ഞാനിപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ആ ഒരു ഗ്രന്ഥം മാത്രം നോക്കിയ ഒരാളല്ല. മറുഭാഗത്ത് ഇപ്പോ ശങ്കരന്റെ ഫിലോസഫി എന്ന് പറയുന്നതാണ് അത്ഭുതകരമായ ഒരു ദൈക്ഷണികത. ഞാൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ പഠിച്ച ഒരാളാണ്. മറുഭാഗത്ത് നിങ്ങളൊക്കെ പോണ മാതിരി തന്നെ ക്യാമ്പസിൽ തന്നെ പഠിച്ച ആളാണ്. നിങ്ങൾ പോയി അവസാനം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോ കോളേജിലെ ജൂറിസ്പ്രുഡൻസും ഞാൻ തന്നെ വായിച്ച ആളാണ്.
എനിക്ക് അവിടെ ഒന്നും തോന്നാത്ത അത്ഭുതം തുഴഫയെ തോന്നാൻ കാരണം അവന്റെ ബുദ്ധിക്കൊന്നും സംഭവിച്ചോ? അല്ല, ഞാൻ ഈ കുട്ടികളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തെയാണ് ഞാൻ വീണ്ടും വീണ്ടും തറപ്പിച്ച് ചോദിക്കുന്നത്. അതായത് ഈ മൂല്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ എന്തോ വിദ്യമാണ്, തലയിൽ കിട്ടുന്ന എന്തോ ഒരു ബുദ്ധിയില്ലായ്മയാണ്. ഇവിടെ ഒരാൾ ഒരിക്കൽ പറഞ്ഞു ഇത്രേ, ഞാൻ കേട്ടതാണ്, ഇയാൾക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ട്, ഇയാളെങ്ങനെ ശൂന്യായത്? വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ശൂന്യായത്. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടാണ്, മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇതിന്റെ ഫിലോസഫിയൊക്കെ ഒന്ന് ശരിക്കും ആഴത്തിൽ പഠിച്ചാൽ ശൂന്യല്ലാതെ ഒരാൾ വേറൊന്നും ആവില്ല. പക്ഷെ അങ്ങനെ പോകാനുള്ള തലച്ചോറ് വേണം. അല്ല, അതുകൊണ്ടാണ് ആ ചോദ്യം. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നതും സുന്നി എന്ന് പറയുന്നത് രണ്ടാണെന്ന് ധരിപ്പിക്കാൻ ആ വിഡിത്തത്തെയാണ് ഞാനിപ്പോ ചോദ്യം ചെയ്തത്. ഞാനല്ലാതെ ഇതിന്റെ വിഷയങ്ങളെ കൂടുതൽ പറയാത്തത്. അതൊരു മഹാവിഡിത്താണ്. നിങ്ങൾ ആ ശരിക്കും ആ സീരീസ് പഠിച്ചാൽ മനസ്സിലാവും. അത്ഭുതകരാണ്, അത്ഭുതകരാണ്. ഞാൻ സത്യസന്ധമായാണ് ഞാൻ പറയണത്. ഇതര വിദ്യാഭ്യാസങ്ങളെ, ഇതര വിഷയങ്ങളെ പഠിക്കാൻ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഏറെ അവസരം കിട്ടിയ ഒരാളെന്ന് തന്നെ പറയാം. അവിടെ ഒന്നും കാണാത്ത ദൈക്ഷണിക പ്രഭാവം മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഈ ചർച്ചകളിൽ കാണുന്നുണ്ട്. ഞാൻ ഒരുപാട് സമയം ചെലവഴിച്ചതും പിന്നെ ഫിഖ്ഹിലും അതുപോലെ തന്നെ ഈ പിന്നെ ആശയപരമായ ചർച്ചകളിലുമാണ്. ഈ ആശയ ചർച്ചയൊക്കെ അപാരാണ്. ഞാൻ എന്റെ ഉസ്താദായിട്ട് ഒരുപാട് തർക്കിച്ചിട്ടുണ്ട്. അവസാനം ചിലപ്പോഴൊക്കെ നീ ആ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞ് പോന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതായത് അങ്ങനെ ആശയപരമായ ചർച്ചകൾ, അതുപോലെ തന്നെ ലോജിക്ക്. ആരാ ഈ ലോജിക്കിന്റെ ആൾക്കാർ? ഇവനെ ലോജിക്ക് മുസ്ലിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് അതാണ് ഇപ്പോഴും അതിന്റെ കുറച്ച് ബേസിക് മാത്രമേ ലോ കോളേജ് പഠിപ്പിക്കണുള്ളൂ. ഒരു ലേശം 2-3 വരി നമ്മളതല്ല, അതിന്റെ ആഴം പഠിക്കാൻ ദർസുകളിൽ നിന്ന് പോയിട്ടും അതിനുശേഷവും പിന്നെയും പഠിക്കാൻ. അപ്പൊ ഇവരൊക്കെ പൊട്ടന്മാരാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്താ ചെയ്യാ? അപ്പൊ മനസ്സിലാക്കേണ്ടത്, എന്നിട്ടും അവരെന്തേ ഇവിടെ തന്നെ നിൽക്കുന്നു? എന്നിട്ടും എന്തേ ഗസാലി, ഇമാം ഗസാലി ഷാഫി മദ്ഹബിൽ തന്നെ നിൽക്കുന്നു? ഗസാലി ഇമാമിനെ വെല്ലുവിളിച്ചൂടായിരുന്നോ? ഇമാം റാസിക്ക് വെല്ലുവിളിച്ചൂടായിരുന്നു. എന്തേ അതിന് കാരണം? അതിനേക്കാൾ പ്രഭാവത്തിലാണ് ആര് നിൽക്കുന്നത്? ഇമാം ഷാഫി തങ്ങൾ നിൽക്കുന്നു. അപ്പോ മദ്ഹബിനെ ത്യജിക്കുക എന്ന് പറയുന്ന വലിയ വിട്ടിട്ടാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു, മദ്ഹബിനെ ത്യജിക്കാന്ന് വെക്കാം. നിങ്ങൾ സ്വയം മനസ്സാക്ഷിയോട് ചോദിച്ചോക്കെ, എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഒരാളെയും അവലംബിക്കാതെ സുന്നത്തിന്റെയും ഖുർആന്റെയും പിന്നാലെ പോകും. എവിടെ പോവും? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു പിന്നെ ഒരു മസല പ്രശ്നം ഉണ്ടായി. നിങ്ങൾ പിന്നെ ഒരു പിതാവ് മരിച്ചതിന്റെ സ്വത്ത് വിധിക്കണം. എന്ത് ചെയ്യും? നിങ്ങൾ സൂറത്തുൽ നിസായിൽ നിന്ന് മറിച്ച് തിരിച്ചൊക്കെ കുറെ നോക്കുക. സൂറത്തുൽ നിസായിൽ കുറെ പറയണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. ഒരു പിടുത്തവും കിട്ടൂല. അതെ, ഞാനൊക്കെ അതിന്റെ മാത്സ് കാണിച്ചു കൊടുത്തിരുന്നു. ഈ ദശാബ്ദ സംഖ്യകളെ ഇങ്ങനെ കൃത്യമായി ഒരു ബാലൻസ് പോലില്ലാതെ തീർത്തിരുന്ന അറബി ഗണിതശാസ്ത്രം ഈ ഒറ്റ സൂറത്തുൽ നിസായിന്റെ കാരണത്താൽ അറബികൾ ഉണ്ടാക്കിയിട്ടാണ്. നോക്കണം നിങ്ങൾ. അതൊക്കെ പഠിച്ച് അതിന്റെ ഒപ്പം തന്നെ ഇതിനെ ഇങ്ങനെ കൃത്യമാക്കി. ഫറാഇൽ എന്ന് പറയുന്നതിനെ കുറിച്ച് മഹാന്മാരായ ഫുഖഹാക്ക് പറയാതെ നിസ്ഫുൽ ഇൽമ എന്നാണ്, ഇൽമിന്റെ തന്നെ പകുതിയാണെന്നാണ്. അതിലൊക്കെ ഒരു അപാര ജ്ഞാനിയായിരുന്നു മഹാനായ ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ്. അള്ളാഹു ആ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപാര ജ്ഞാനിയായിരുന്നവര് അവിടെ പറഞ്ഞേക്കാൾ മുമ്പ് ഇവിടെ തിരിച്ചു പറയായിരുന്നു. അമ്മാതിരി വിജ്ഞാനായിരുന്നു. അങ്ങനെയുള്ളവർ ഇനിയും ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് അതിനെ പഠിച്ചവരുടെ ഒരു പ്രത്യേകത. അപ്പൊ അതൊന്നും പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യും? സൂറത്തുൽ നിസാത്ത് കുറേ മറിച്ചു നോക്കാം. ഞാൻ നിങ്ങളെ ഒരു ദിവസത്തേക്ക് വെല്ലുവിളിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, കിട്ടാവുന്ന എല്ലാ തഫ്സീറും എടുത്ത് വായിക്കാം. എന്നിട്ട് ആ തഫ്സീറിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി, വേറൊന്നും ചെയ്യരുത്. തഫ്സീറിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി, മനസാക്ഷി എന്ന് നിനക്ക് പറയാം. തഫ്സീറിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ആ തഫ്സീർ കിട്ടാവുന്ന ഹദീസുകളെയും അടിസ്ഥാനപ്പെടുത്തി വേറെ എവിടെയും പോരുത്. വേറെ പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, മലയാളത്തിലും കിട്ടും. ഇപ്പൊ വേണമെങ്കിൽ ഫറായിദിന്റെ പട്ടികയൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടും. അതൊന്നും നോക്കാതെ ഇത് മാത്രം നോക്കിയിട്ട് ഒരു ഫറായിദിന്റെ പട്ടിക ഉണ്ടാക്കി കൊണ്ടുവരാവോ? അതായത് അനന്തരാവകാശത്തിന്റെ വാപ്പ മരിച്ച ഇത്ര ഇന്നയാൾക്ക്, അതായത് വാപ്പാന്നല്ല, മരിച്ച ഡിസീസ്ഡ് പേഴ്സന്റെ അനന്തരാവകാശികൾ ആരൊക്കെ, അവർക്ക് എത്ര വിഹിതം, എങ്ങനെ, എപ്പോ, അത് സംബന്ധിച്ച് കിട്ടൂല. എനിക്ക് കിട്ടൂല. ഞാൻ 100% ഉറപ്പിച്ചു പറഞ്ഞു. കിതാബിലേക്ക് നോക്കിയിട്ട് അവിടെ നിന്നല്ലാതെ എനിക്ക് കിട്ടൂല. അത് നോക്കി പഠിച്ചതിന്റെ പേരിൽ ഇപ്പോ ചോദിച്ചാൽ കിട്ടും, അത് വേറെ കാര്യം. അതല്ല, അത് കിട്ടാതെ എനിക്ക് കിട്ടൂല. അങ്ങനെയെങ്കിൽ അപ്പൊ പിന്നെ തക്ലീദ് വേണ്ടാന്ന് പറയുന്നത് അബദ്ധല്ലേ? തക്ലീദ് വേണ്ടാന്ന് പറയുന്നവർ അബദ്ധം. അപ്പൊ പിന്നെ അവർ പറയും തക്ലീദ് വേണ്ടാന്ന് പറഞ്ഞതിന്റെ അർത്ഥം
ഖുർആന്റെയും സുന്നത്തിന്റെയും എതിരായി എന്തെങ്കിലും പുതിയത് വന്നാൽ അല്ലെങ്കിൽ ഇപ്പോ പിന്നെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞതിനേക്കാൾ അപ്പുറം കിട്ടിയാൽ എന്നൊക്കെയാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞതിന് അപ്പുറം ഒന്നും കിട്ടാൻ ഇനിയില്ല. എന്തുകൊണ്ടില്ല? ഏറ്റവും അടുത്ത കാലത്ത് തന്നെയാണ് ഏറ്റവും അടുത്ത ജ്ഞാനം കിട്ടുക. ഇപ്പൊ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് തിരിയണ പോലെ തിരിഞ്ഞാലും തിരിഞ്ഞില്ല, അത്ര ഏതായാലും ഇത് പറഞ്ഞു കേൾക്കുന്നവർക്ക് തിരിയില്ല. തിരിയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വിവരം എവിടെ തന്നെ നിൽക്കുക? ആ ജ്ഞാനസ്രോതസ്സിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുക. അങ്ങനെയെങ്കിൽ സ്വഹാബാക്കളാണ് റസൂലുള്ളാഹിനെ കൂടുതൽ അറിഞ്ഞത്. സ്വഹാബാക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറിഞ്ഞത് ആരായിരിക്കും? താബിഈങ്ങളാണ്. അപ്പൊ സ്വഹാബാക്കളിൽ തന്നെ പഠിച്ച മദ്ഹബിന്റെ ഇമാമിങ്ങളെക്കാൾ വലിയ അറിവ് നമുക്കുണ്ടാവോ? അപ്പൊ ആ ഹദീസൊക്കെ അവർ കണ്ടിട്ടുണ്ട്. പിന്നെ അവർ ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞു. അതായത് ഇമാം ഷാഫി പറഞ്ഞു, രണ്ട് കാര്യം കൊണ്ട് പറഞ്ഞു. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതിനേക്കാളും വലുതാരെങ്കിലും പറയുമെങ്കിൽ അവരത് സ്വീകരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ. അതിന്റെ ഒക്കെ അർത്ഥം എന്താ അറിയോ? ഞാന് അതൊരു വലിയ പണ്ഡിതൻ ഒരു നാട്ടിൽ വന്നിട്ട് പ്രസംഗിക്കാൻ നിർത്തിങ്ങനെന്ന് പറയാൻ, ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ മാത്രമുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല. നിങ്ങൾ ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമല്ല വലിയ ജ്ഞാനമൊന്നുള്ള ആളല്ല, എന്റെ പരിമിതമായ അറിവാണ് എന്റെ മുമ്പിലുള്ളത്. അപ്പൊ നാട്ടിലെ ആ മഹലിന്റെ പ്രസിഡന്റ് പതുക്കനുസരിച്ച് പറയുന്ന മുല്ലേരോടിരിക്കും ഞാൻ പറയാന്ന് പറഞ്ഞാല് അതാണ് കുട്ടികൾ. അതന്നെയാണ് ഇപ്പോ നടക്കുന്നത്. മനസ്സിലായില്ല? എന്ന് ഷാഫിമാവ് മാറിക്കിട്ടെ ഞാൻ പറയാന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ മദ്ഹബ് വിരുദ്ധത വിട്ടിട്ടാണ്. രണ്ടാമത്തത്, മദ്ഹബുകൾ അഭിപ്രായ വ്യത്യാസമല്ല ഉണ്ടാക്കിയത്, ഏകോപനാണ്. എങ്ങനെ ഏകോപനം? പിന്നീടും ഛിന്ന ഭിന്നമാകാമായിരുന്ന മുസ്ലിം ലോകത്തെ 4 മദ്ഹബുകളിൽ പിടിച്ചു നിർത്തിയത് മദ്ഹബിന്റെ ഇമാമിങ്ങളാണ്. അതിന് ഛിന്ന ഭിന്നമായവരാണ് മുസ്ലിം ലോകത്ത് പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാക്കുന്നത്. സലഫീസം ഇന്ന് പ്രശ്നമാണെന്ന് രാഷ്ട്രീയ ലോകം തന്നെ ഇന്ന് വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് സലഫി മൂവ്മെന്റിന്റെ ആദർശ പ്രചോദിതത്താലാണ് ഐസ് ഉണ്ടായത്. ഐസിനെ കുറിച്ച് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരുടെയും വർത്തമാനം, ഐസിന്റെ ഇൻസ്പിറേഷൻ ഏതാണ്? സലഫി മൂവ്മെന്റ് ആണ്. അങ്ങനെയെങ്കിൽ സലഫി മൂവ്മെന്റ് ആണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഐസ് ആദ്യം ചെയ്തത് ഖബർ പൊളിക്കലായിരുന്നു. അന്ന് ഖബർ പൊളിച്ചപ്പോ കേരളത്തിലെ തന്നെ മുജാഹിദിന്റെ പല പത്രങ്ങൾ എഴുതി ഇതാണ് മുസ്ലിം നവോത്ഥാനം എന്ന്. ഇപ്പോ അത് പറയാൻ അവർക്ക് പേടിയുണ്ട്, കാരണം ഐസ് എന്താണെന്ന് ലോകാകെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ശരിക്കും ഈ ഇൻസ്പിറേഷൻ ഒന്നും എവിടെ നിന്ന് കിട്ടൂല? പരമ്പരാഗത ഇസ്ലാമിക ജ്ഞാനത്തിൽ നിന്ന് കിട്ടൂല. അവിടെ ഇതെല്ലാം പറയുന്നുണ്ട്. കിതാബു സിയാലുണ്ട്, പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണമെന്നുണ്ട്. കിതാബു സൈർ ഉണ്ട്, യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് കിതാബുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നിബന്ധനയുണ്ട്. എപ്പോ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏതുവരെ ചെയ്യണം എന്നൊക്കെ നിബന്ധനയുണ്ട്. ആ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് കർമ്മശാസ്ത്രത്തെ കൃത്യമാക്കിയിട്ടുള്ളത്. അപ്പോ ഇത് മനസ്സിലാകാതെ പോയാൽ ഛിന്ന ഭിന്നാവും. ഫതഫ്ശലു. മുസ്ലിം ലോകം ഇന്ന് പിടുത്തം കിട്ടാതെ പോകുന്നതിന്റെ ഒരു കാരണം സ്വന്തം അഭിപ്രായങ്ങളുടെ പിന്നാലെ പോയതാണ്. മദ്ഹബുകളെയും ഇമാമിങ്ങളെയും തിരസ്കരിക്കുകയും മുൻഗാമികളെ മുഴുവൻ പാടെ അവഗണിക്കുകയും ചെയ്ത ഒരു ജനത അതിന്റെ ഏറ്റവും ദുര്യോഗത്തിന്റെ അങ്ങേ പടിയിൽ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം അതാണ്. മനസ്സിലായോ? ലോകത്തെ സുന്നി സമൂഹത്തിനിടയിൽ കുഴപ്പങ്ങളില്ല, പക്ഷെ അവിടെ ഇങ്ങനെ നിരന്തരം കുഴപ്പമാണ്. ആ കുഴപ്പത്തിന്റെ പ്രധാന കാരണം മുൻഗാമി മുത്തബ, അതായത് പിന്തുടരാൻ യോഗ്യരാകപ്പെട്ട മഹാന്മാർ, അവരെ തുടരാൻ സാധിക്കാതെ പോയവർക്ക് സംഭവിച്ചതാണ് ഈ ദുരന്തം. അള്ളാഹു അതിൽ നമ്മളെ കാക്കട്ടെ. അങ്ങനെ വന്നാൽ തഫ്ശലൂ ഫതദ്ഹബരീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകും. അതുകൊണ്ട് കാറ്റ് പോകരുത്. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ചിലപ്പോ നേതാവ് പറഞ്ഞതെല്ലാം സ്വീകരിക്കാൻ പറ്റാതെ നിൽക്കും. പക്ഷെ അച്ചടക്കം ഏതാണ്? നേതാവ് പറഞ്ഞിടത്ത് നിൽക്കലാണ്, കൂട്ടത്തിൽ നിൽക്കലാണ്. അതെ, അങ്ങനെ പറയലുണ്ട്. അത് തറവാടിന്ന് പോകാം. അതാണ് വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. സംഘടനയിലും ഒരു പക്ഷേ നിങ്ങളുടെ അഭിപ്രായം തന്നെ ഉണ്ടാവണമെന്നില്ല, അല്ലെ? അപ്പോഴും ക്ഷമിക്കുക. അതാണ് വസ്ബിറു. ജീവിതത്തിൽ എല്ലാത്തിലും ക്ഷമിക്കുക. യുദ്ധത്തിന്റെ മുമ്പിലും ക്ഷമിക്കുക. ക്ഷമ എന്ന് പറയുന്നതിന്റെ അർത്ഥം സഹിക്കലാണ്, സഹനമാണ്. അങ്ങനെ ക്ഷമിക്കാം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ആരോട് കൂടെയാണ് പറച്ചൻ? അപ്പൊ എന്റെ എന്ന് പറഞ്ഞുകൊടുത്താണ് ക്ഷമ വിടുക. മനസ്സിലായോ? ഞാൻ എന്ന് വരുമ്പോ എനിക്ക് മുമ്പിലുള്ള അംഗീകരിക്കാൻ എനിക്ക് മടിയാവും. എനിക്കില്ലേ അതിനേക്കാളും വലിയ കേമത്വം എന്ന ചിന്ത ഉണ്ടാവും. സത്യത്തിൽ മദ്ഹബ് രാഹിത്യം പോലും കിബറാണ്. മനസ്സിലായോ? മദ്ഹബ് രാഹിത്യം തുടങ്ങിയത് കിബറിനാണ്. കാരണം ഈ മദ്ഹബ് രാഹിത്യം പറഞ്ഞു തുടങ്ങിയവർക്ക് കുറച്ചൊക്കെ വിവരം ഉണ്ടായിരുന്നു. അപ്പൊ വിവരം ഉണ്ടെന്ന് തോന്നിയപ്പോ അവർക്ക് തോന്നി എന്റെ വിവരം മാത്രം മതിയെന്ന്. അവിടെ നിന്നാ പഠിച്ചത്.
ഇപ്പോ ഉദാഹരണത്തിന് അബുലാല മൗദൂദി ഒരു ധൈഷണികതയുടെ കാര്യത്തിൽ സമ്മതിക്കാവുന്ന വിധം കുറെ കാര്യങ്ങൾ അയാൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അയാൾ എവിടെ പഠിച്ചു എന്ന് വെച്ചാൽ മദ്ഹബിനെ അംഗീകരിക്കാതെ പോയി. അയാൾ യുദ്ധ നിയമങ്ങളെ കുറിച്ചൊക്കെ പൗരസ്ത്യ ലോകം പറഞ്ഞിട്ടുള്ള ഇസ്ലാമിക വിമർശങ്ങൾക്ക് അയാൾ എഴുതിയ പുസ്തകങ്ങൾ നിന്ന്, പക്ഷെ അവിടുന്ന് ഇപ്പം അവരും തന്നെ പോയിട്ടോ പർദ്ദയൊക്കെ പിന്നെ ഹിജാബിനെ കുറിച്ച് ഏറ്റവും മനോഹരമായി പറഞ്ഞിരുന്നു ആര്? മൗദൂദി. പക്ഷെ മൗദൂദി പറഞ്ഞ ഹിജാബൊക്കെ വിട്ടു. മൗദൂദിയാണ് പറഞ്ഞത് പിന്നെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പേരിലും സ്ത്രീകൾ അങ്ങനെ പ്രബോധകരാകണമെന്ന് പറയുന്നത് ഞാൻ ഓതിപ്പടിച്ച ഖുർആൻ കൊണ്ട് തെളിയിക്കാനാവൂല, അതിനൊരു ഖുർആൻ വേറെ ഇറങ്ങേണ്ടതുണ്ടെന്ന് ആര്? മൗദൂദി. പക്ഷെ ഇന്ന് അതൊക്കെ വിട്ടു. ഞാൻ പറയണത് ഈ കുറച്ച് ജ്ഞാനം ഉണ്ടെന്ന് തോന്നിപ്പോയപ്പോഴാണ് അവരതിന് പോയത്. ഇബ്നു തൈമിയ പോയത് അവിടെ നിന്നാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പോയത് അവിടെ നിന്നാണ്, മുസ്ലിം ലോകത്ത് ഈ തിരിവുണ്ടായത് അവിടെ നിന്നാണ്. ആ സമയം എന്തുകൊണ്ട് ഇമാം ഗസാലി പോയില്ല? ഗസാലി ഇമാം പറഞ്ഞു എനിക്കല്ല വിവരം. ആർക്കാണ്? ഇമാം ഷാഫിക്കാൻ. നവവി ഇമാം പറഞ്ഞു എനിക്കല്ല വിവരം. ഇമാം നവവി പോയിട്ടുണ്ട്, മദ്ഹബുകൾ സ്വയം ആലോചിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആ പോക്ക് പോയാൽ അവസാനം മനസ്സിലാക്കാൻ പറ്റിയത് ഇമാം ഷാഫി പറഞ്ഞതിനപ്പുറം എനിക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതാണ് ഇഖ്ലാസ് ഉണ്ട്, പക്ഷെ ഹിബറിലായിരുന്നു. ഹിബറും കൂടി വന്നാൽ എന്ത് സംഭവിക്കും? അപകടം ഉണ്ടാക്കും. വിവരമുണ്ട് എന്നത് അവർക്കറിയാം, പക്ഷെ ആ വിവരം പടച്ചവനെ പേടിച്ചിരുന്നു. അതുകൊണ്ട് അവർ നേരെ തിരിച്ചു പോകുന്നു. അപ്പോ ഹിബർ വന്നപ്പോ ഞാൻ എന്ന തോന്നലുണ്ടായപ്പോ മുസ്ലിം ലോകത്ത് പ്രശ്നങ്ങളുണ്ടായി. ആ ഞാൻ ഇല്ലാതെ ആക്കിയാൽ നമുക്ക് ഈ പറഞ്ഞ മഹാന്മാരുടെ പിന്നാലെ പോകാൻ പറ്റും. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അപ്പോ ഒരു ഭിന്നതയില്ലാതെ പോകും. മുസ്ലിം ലോകത്ത് ഭിന്നത അതിന്റെ ആചാരപരമായ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾ നോക്കൂ, ഖുത്ബ അനറബി ഭാഷയിൽ തുടങ്ങിയത് എപ്പോഴാ? കേരളത്തിലെ മുജാഹിദുകാർ പോലും പറയാം 50 കൊല്ലത്തിനപ്പുറം പോയിട്ടില്ല. അപ്പൊ കേരളത്തിൽ സഹാബാക്കൾ വന്നു നമ്മളല്ലേ പറയണത്? സഹാബാക്കൾ വന്നു എന്നുള്ളത് ഇനി ചരിത്രപരമായി 100% പറയാൻ പറ്റിയില്ലെങ്കിൽ താബിഈങ്ങൾ വന്നു എന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? അവർക്ക് അറബി അറിയുന്നോണ്ടാ മലയാളം പഠിക്കാൻ പാടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇനി തൽക്കാലം അവർ പഠിപ്പിച്ച മൂല്യന്മാർ ഇവിടെ ഉണ്ടാവില്ല. അവരായിരിക്കുമല്ലോ നമ്മുടെ മുമ്പേ നടന്നുപോയ ഉപ്പാപ്പമാര്. ആ ഉപ്പാപ്പമാരിൽ ഏതെങ്കിലും ഒരു ഉപ്പാപ്പാനോട് അത് അറബി തന്നെ ഖുത്ബ ഓതണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൽ 50 കൊല്ലത്തിനല്ലല്ലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാളം പറയില്ലേ? അപ്പൊ എന്തുകൊണ്ടില്ലാണ്ട് പോയി? പരമ്പരാഗത ഇസ്ലാമിക സമൂഹം നിലനിന്ന ഒരു സ്ഥലത്തും അനറബി ഭാഷ ഉണ്ടായിട്ടില്ല. അതേസമയം ഈ ഒരു ഛിന്ന ഭിന്നമായി പോയ സമൂഹങ്ങളിൽ അവർക്ക് തോന്നിയ പോലെ ആയിട്ടുണ്ട്. പക്ഷെ ഈ പാരമ്പര്യം നിലനിന്ന കൃത്യമായി പോന്നു എന്ന് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം കേരളമാണ്. കാരണം ഇവിടെ മാലിക് ദീനാർ വന്നു എന്നുള്ള ചരിത്രം. മാലിക് ബിൻ ദീനാർ തങ്ങളുടെ ചരിത്രത്തെ അങ്ങനെ പഠിച്ചാൽ അതിന്റെ ശേഷം വന്ന ഒരുപാട് ഉലമാക്കൾ, ഒരുപാട് വലിയ മഹാരഥന്മാരായ ഉലമാക്കളൊക്കെ ജീവിച്ച മണ്ണാണ് ഈ നാട്. ഈ നാട്ടിൽ അതുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ആരാ അത് തുടങ്ങിയവനല്ലേ പിടിക്കേണ്ടത്? അവനല്ലേ കുഴപ്പക്കാരൻ? അവനല്ലേ ശരിക്കും പറഞ്ഞ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണക്കാരൻ അല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ ഇസ്ലാമിന്റെ പാരമ്പര്യം എവിടെ നിൽക്കുന്നു നമുക്ക് കൃത്യമായി പഠിക്കാനാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അന്യ പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീകൾ മറക്കണം. അല്ലെങ്കിൽ ഒരു അദബ് മാത്രമാണ്, മര്യാദ, അല്ല നിർബന്ധമൊന്നുമില്ല. ബിഹഖ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.